അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാനിപ്പോൾ ഉള്ളത് അൽ ജാമിയത്തുൽ ഇസ്ലാമിയ ബിൽ മദീനത്തിൽ മുനവ്വറ. നമ്മൾ മദീന യൂണിവേഴ്സിറ്റി അറിയില്ലേ, അഥവാ മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഓഫ് മദീന. അതിൻ്റെ മെയിൻ ഗേറ്റാണ്, ഒന്നാമത്തെ ഗേറ്റിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഈ ഭാഗത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ഗേറ്റിലേക്ക് കയറിയിട്ട് നേരെ ലെഫ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാലാണ് ഇവിടെ അൽ മക്തബത്തുൽ മർക്കസിയ അഥവാ ഇവിടുത്തെ സെൻട്രൽ ലൈബ്രറി. ഇൻഷാ അല്ലാഹ് അതിൻ്റെ വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ സ്റ്റുഡൻസിനും ഇവിടുത്തെ മുവഫികൾക്കും മാത്രമല്ല, പുറത്തുനിന്ന് വരുന്ന ഏതൊരു വിസിറ്റർക്കും ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്സസ് ഉണ്ട്, മക്തബയിലേക്ക് ആക്സസ് ഉണ്ട്. അഥവാ മെയിൻ ഗേറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു ചെക്ക് പോയിൻ്റ് ഉണ്ട്, അതിൻ്റെ അപ്പുറത്തേക്ക് പോകണമെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, പെർമിഷൻ്റെ ആവശ്യമുള്ളൂ. നേരെ ഒന്നാമത്തെ ഗേറ്റിലൂടെ കയറുക, ലെഫ്റ്റിക്ക് വരിക. ഇപ്പോൾ വണ്ടിട്ടാണ് വരുന്നുണ്ടെങ്കിൽ കാർ ഇവിടെ പാർക്ക് ചെയ്താൽ മതി. എന്നിട്ട് മക്തബയിലേക്ക് കയറാനും അത് കാണാനൊക്കെ അവസരമുണ്ട്. എന്തായാലും നമുക്ക് പോയേക്കാം. من عفى واكتف زكى من جحد الحق آثم من سالم الناس سلم من شاتم الناس شتم من ظلم الناس أسى من رحم الناس رحم ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ലെഫ്റ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ മുസല്ല ഉണ്ട്. ഇപ്പോൾ മുസല്ല അവിടെ ജമാഅത്ത് നടക്കും കറക്റ്റ് സമയത്ത്. ഇതുപോലെ കയറിനടുത്തുള്ള ലോക്കറാണ്, നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ വെക്കാൻ ലോക്കർ സെറ്റപ്പ്. പിന്നെ ലേഡീസൊക്കെ പ്രത്യേകമായിട്ടുണ്ട്. അതുപോലെ ലൈബ്രറിയിൽ ലേഡീസിന് ആക്സസ് ഉണ്ട്. പിന്നെ ഇത് ഗിഫ്റ്റ് ഷോപ്പാണ്. പിന്നെ അതുപോലെ കഫേ ഉണ്ട്, കോഫി ചായ അങ്ങനെ ചെറിയ രൂപത്തിൽ ഭക്ഷണം കഴിക്കാനൊരു കഫേ സെറ്റപ്പ് ഉണ്ട്. من سالم الناس سلم من شاتم الناس شتم من ظلم. പുതിയതായിട്ട് വരുന്ന പുസ്തകങ്ങൾ ഉടനെ അപ്ഡേറ്റ് ചെയ്യും. ലൈബ്രറിയിൽ പുതിയതായിട്ട് ആഡ് ചെയ്യുന്ന പുസ്തകങ്ങൾ മാത്രമാണ്. ഇത് പീരിയോഡിക്കൽസിന്റെ സെക്ഷനാണ്. മാഗസീനുകൾ, വീക്കിലികളൊക്കെ ഇവിടെ ഉണ്ടാവും. ഇനി നമുക്ക് ഖുർആൻ്റെ ഏരിയയിലേക്ക് പോകാം. ഈ ഖുർആൻ്റെ മേഖല എന്ന് പറയുമ്പോൾ പൊതുവെ നമുക്ക് ഓർമ്മ വരാം തഫ്സീറും തജ്വീദൊക്കെയാണ്. പക്ഷെ തഫ്സീറും തജ്വീദും മാത്രമല്ല, ഉലൂമുൽ ഖുർആൻ എന്ന് പറയുമ്പോൾ തഫ്സീർ, ഉസൂൽ തഫ്സീർ, തജ്വീദ്, ഇൽമുൽ ഖിറാഅത്ത്, ഖിറാഅത്ത് സബ, ഖിറാഅത്തുൽ അശ്ർ നമ്മൾ കേട്ടിട്ടുണ്ടോ. അതുപോലെ മറ്റ് ഖിറാഅത്തുകളുണ്ട്. അതുപോലെ ഗരീബുൽ ഖുർആൻ, പിന്നെ നാസിഖുൽ മൻസൂഖ്, പിന്നെ അസ്ബാബുൻ നുസൂൽ. എന്താണ് വലിയ ഒരു വിജ്ഞാന മേഖലയാണെന്ത് ഈ ഉലൂമുൽ ഖുർആൻ, ഖുർആനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ ഒരുപാട് ഗ്രന്ഥങ്ങൾ നമുക്ക് ഈ ലൈബ്രറിയിൽ കാണാൻ സാധിക്കും. ഈ തഫ്സീറിൻ്റെ സെക്ഷനിൽ തഫ്സീർ സഅദി തൈസീറുൽ കരീമിൽ റഹ്മാൻ ഫി തഫ്സീർ കലാമിൽ മന്നാൻ എന്നുള്ള ഷെയ്ഖ് അൽ അല്ലാമ അബ്ദുറഹ്മാൻ ബിൻ നാസിർ സഅദിൻ്റെ തഫ്സീറാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് വായിക്കാനും പഠിക്കാനും പറ്റിയ തഫ്സീറാണ്. ഇതാണ് തഫ്സീർ തൊബരി. അതായത് വേണമെങ്കിൽ നമുക്ക് ആദ്യത്തെ തഫ്സീർ എന്ന് പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ ആയത്തുകളുടെ ഒക്കെ തഫ്സീർ സ്വഹാബിമാർക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. സ്വഹാബിമാർ അത് വാമൊഴിയായിട്ട് മറ്റു താബിഈങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുത്തിരുന്നു. എന്നാൽ ആദ്യമായിട്ട് ഒരു പുസ്തക രൂപത്തിൽ തഫ്സീറുകളൊക്കെ ക്രോഡീകരിച്ച് ആദ്യമായിട്ട് എഴുതപ്പെട്ട തഫ്സീറാണ് ഇമാം ഇബ്നു ജരീർ അത്തബരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ തഫ്സീർ. ഹിജ്റ 310 അദ്ദേഹം മരണപ്പെട്ടത്. അൽ വഖഫ് വൽ ഇബ്തിദാ, നമ്മൾ ഖുർആൻ ഓതുമ്പോൾ എവിടെ നിർത്തണം, നിർത്തിയിട്ട് എങ്ങനെ നമ്മൾ തുടങ്ങണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട മേഖലയാണ്. നമ്മളിപ്പോൾ കിതാബടുത്ത് ഇത് മുഅജ്ജമാണ്. മുഅജ്ജം എന്ന് പറഞ്ഞ ഒരു ഡിക്ഷണറി. ഖുർആനിലെ വാക്കുകളുടെ മാത്രം ക്രോഡീകരിച്ച് അതിന്റെ അർത്ഥവും വിശദീകരണവും, ആ വാക്ക് ഖുർആനിൽ എവിടെയൊക്കെ വന്നിട്ടുണ്ട്, ആ സ്ഥലങ്ങളിലൊക്കെ അതിന് അർത്ഥം എന്താണ് എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങളുള്ള കിതാബാണ് ഇത്. ഇമാം റാഗിബുൽ അസ്ഫഹാനി ഹിജ്റ 503 മരണപ്പെട്ട റാഗിബുൽ അസ്ഫഹാനി അദ്ദേഹം ഭാഷാ പണ്ഡിതനാണ്. ഉദാഹരണത്തിന് ഇതിൽ ജന്തുന്നുള്ള വാക്ക് അപ്പൊ അതിന് ആദ്യം അർത്ഥം വരുന്നു. പിന്നെ ഖുർആനിൽ എവിടെയൊക്കെ വന്നിട്ടുണ്ട്, ഹദീസിൽ വന്നിട്ടുണ്ട്. സൂറത്തുൽ സാഫാത്തിൽ വന്നിട്ടുണ്ട്. ഇന്നഹും ജുന്ദുൻ മുഗ്റഖൂൻ സൂറത്തുൽ ദുഖാനിലെ 24-ാമത്തെ ആയത്ത്. അങ്ങനെ ഓരോ സ്ഥലത്ത് വന്നതിന്റെ അർത്ഥം എന്താണെന്നൊക്കെ പറയുന്നതാണ്. ഇങ്ങനെയുള്ള ഖുർആൻ ഡിക്ഷണറികൾ, ഖുർആനിലെ വാക്കുകൾ മാത്രം എടുത്ത് പഠിക്കുന്ന അതിനെ ക്രോഡീകരിച്ച ഗ്രന്ഥങ്ങളാണ്. അൽ ഖസസുൽ ഖുർആനി, ഖുർആനിൽ പ്രതിപാദിച്ച കഥകൾ മാത്രം ക്രോഡീകരിച്ച ഒരു ഗ്രന്ഥമാണത്. ഇത് ബുക്ക് എടുക്കുമ്പോഴൊക്കെ സെൽഫ് ചെക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇത് ഫുള്ള് ഹദീസിൻ്റെ സെക്ഷനാണ്.
ഒരുപാട് ഷെൽഫുകളിൽ നിറഞ്ഞ് നിൽക്കുകയാണ് ഹദീസിൻ്റെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ചില ആളുകൾ വിചാരിക്കും ഹദീസുകൾ ക്രോഡീകരിക്കപ്പെട്ടത് മാത്രം ആ കിതാബുകൾ, ഇപ്പോൾ ബുഖാരി, മുസ്ലിം, അല്ലെങ്കിൽ സുനൻ നസായി, തിർമിദി, ഇബ്നു മാജ, അബൂ ദാവൂദ് ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ, അല്ലെങ്കിൽ മുസ്നദ് അഹമ്മദ്, ഇങ്ങനത്തെ കുറച്ച് കിതാബ് ആയിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞു എന്ന് വിചാരിക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ ഇന്നും ഒരുപാട് സേവനങ്ങൾ ആവശ്യമുള്ളൊരു മേഖല കൂടിയാണ്. ഇന്നും വളർന്നുകൊണ്ടിരിക്കുന്ന മേഖലയാണ് ഇസ്ലാമിക മറ്റു വിജ്ഞാന മേഖലകളെ പോലെ തന്നെ ഹദീസ് മേഖലയും. ഹദീസുകൾ ക്രോഡീകരിച്ച ഗ്രന്ഥങ്ങളുണ്ട് ആദ്യകാലം മുതലേ. ഇപ്പോൾ ഇമാം ബുഖാരിക്ക് എത്രയോ മുമ്പ് മുതൽ ഉള്ള മുസന്നഫ് അബ്ദുർ റസാഖ്, മുസന്നഫ് ഇബ്നു അബി ഷൈബ, അങ്ങനെ തുടങ്ങിയ മുസന്നഫുകളുണ്ട്. അതുപോലെ തന്നെ അതിനുശേഷം ഇമാം അഹ്മദിൻ്റെ മുസ്നദുകളുണ്ട്. പിന്നെയാണ് ഇമാം ബുഖാരിയുടെ സഹീഹ് ബുഖാരി, അതുപോലെ കുത്തുബു സിത്ത. പിന്നെ ഇതിൻ്റെയൊക്കെ വ്യാഖ്യാനങ്ങൾ, ഷറഹുകളുണ്ട്. പല ഷറഹുകളെയും നമുക്ക് ഇൻഷാ അല്ലാഹ് പരിചയപ്പെടാം. ഇപ്പോൾ ബുഖാരിൻ്റെ ഫത്ഹുൽ ബാരി, അതുപോലെ തന്നെ ഷർഹ മുസ്ലിം, ഇമാം നവവിയുടെ ഷർഹ മുസ്ലിം, അങ്ങനെ ഓരോ ഹദീസ് ക്രോഡീകരിച്ച ഗ്രന്ഥങ്ങളുടെയും വ്യാഖ്യാനങ്ങൾ, അതിൻ്റെ വിശദീകരണങ്ങൾ ഉണ്ട്. പിന്നെ അതിനേക്കാൾ അപ്പുറത്ത് വലിയൊരു ലോകത്ത് ഇസ്ലാമിക സമൂഹത്തിന് മാത്രം അവകാശപ്പെടാൻ കഴിയുന്ന ഒരു വിജ്ഞാന ശാഖ ഉണ്ട്. അതായത് അങ്ങനെ ഒരു സംഗതി, ഒരു നോളജിനെ പ്രിസർവ് ചെയ്യാൻ, അല്ലെങ്കിൽ തങ്ങളുടെ പ്രവാചകനിൽ നിന്ന് കിട്ടിയ അറിവിനെ, ആ ഹദീസുകളെ പ്രിസർവ് ചെയ്യാൻ ഇന്ന് വരെയും ഇത്രയധികം അഡ്വാൻസ്ഡ് ആയ ഡാറ്റ സ്റ്റോറേജുകളും ഡാറ്റ അനലൈസേഷനും ഡാറ്റ പ്രിസർവിങ് മെത്തേഡുകളൊക്കെ ഉള്ള ഇന്ന് പോലും മനുഷ്യന്മാർക്ക് സാധിക്കാത്ത ഒരു വിജ്ഞാന ശാഖ ഇസ്ലാമിലുണ്ട്. അത് ഉസൂലുൽ ഹദീസ് എന്ന് പറയും. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. അതായത് ഈ ഹദീസുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ട ആ ഒരു സമയം മുതൽ ഞാനിപ്പോൾ സംസാരിക്കുന്ന ഇതുവരെ, ഈ നൂറ്റാണ്ട് വരെ, ഈ തലമുറയിൽപ്പെട്ട ആളുകൾ വരെ എത്തുന്ന സനത് കണ്ണി അത് മുറിഞ്ഞു പോകാതെ അതിനെ സംരക്ഷിക്കുകയും അതിനെക്കുറിച്ച് പഠനങ്ങൾ നടത്തുകയും ചെയ്യുന്ന വിജ്ഞാന ശാഖയാണത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഗ്രന്ഥങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഗ്രന്ഥങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഒരു ശാഖ എന്ന് പറയുമ്പോൾ അത് എത്രയോ ഉപവിഭാഗങ്ങളുണ്ട്. റിപ്പോർട്ടർമാരുടെ ചരിത്രം, ഓരോ റിപ്പോർട്ടർമാരുടെയും ചരിത്രം, അവരുടെ ജീവിതം, അവരെ സ്വീകരിക്കാൻ പറ്റുമോ ഇല്ലയോ, ഹദീസുകൾ തമ്മിൽ വൈരുദ്ധ്യം തോന്നുകയാണെങ്കിൽ എന്താണ്, അതൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ തന്നെ വികസിച്ച വിജ്ഞാന ശാഖകളാണ്. ഇപ്പോൾ മുഷ്കിലുൽ ഹദീസ് എന്ന് പറയുന്നൊരു ശാഖ ഉണ്ട് ഹദീസുകളിൽ, അല്ലെങ്കിൽ മുഖ്തലിഫുൽ ഹദീസ് എന്ന് പറയുന്ന ശാഖ. അഥവാ ഹദീസുകളിലെ വാചകങ്ങളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ട്, ഒരുപക്ഷെ അന്നത്തെ ഭാഷയിൽ ചില ഉപയോഗിച്ച വാക്കുകൾ പിൽക്കാലക്കാർക്ക് മനസ്സിലാവാതെ വന്നേക്കാം. അപ്പോൾ അങ്ങനെയുള്ള വാക്കുകളെ അല്ലെങ്കിൽ വൈരുദ്ധ്യങ്ങളെന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ ഇന്നത്തെ കാലത്തൊക്കെ ഒരുപാട് ആളുകൾ ഹദീസൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അത് വൈരുദ്ധ്യമാണല്ലോ, അത് യോജിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയാറുണ്ട്. ഇമാം ഇബ്നു ഖുതൈബ റഹ്മത്തുള്ളാഹിയുടെ തഅ്വീൽ മുഖ്തലിഫുൽ ഹദീസ് എന്ന് പറയുന്നത് എത്ര നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇങ്ങനെ വൈരുദ്ധ്യം എന്ന ആളുകൾക്ക് തോന്നുന്ന ഹദീസുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതൊന്നും വൈരുദ്ധ്യങ്ങളില്ല എന്ന് കൃത്യമായി അതിനെ വിശദീകരിച്ച ഗ്രന്ഥങ്ങൾ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ശാഖകളിലായിട്ട് ചരിത്രം, അതുപോലെ തന്നെ ഇങ്ങനെ പല ഇതിലായിട്ട് പരന്നു കിടക്കുകയാണ് യഥാർത്ഥത്തിൽ ഹദീസ് എന്ന് പറയുന്ന വിജ്ഞാന ശാഖ എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഉൾക്കൊള്ളുന്നതാണ് ഈ പറഞ്ഞ ലൈബ്രറികളൊക്കെ. ഇതാണ് ഇമാം അഹ്മദിൻ്റെ മുസ്നദ്. 4 മദ്ഹബിൻ്റെ ഇമാമുകളിൽ ഒരാളും ഇമാം ബുഖാരിയുടെ ഒക്കെ ഉസ്താദുമായ വലിയ ഹദീസ് പണ്ഡിതൻ, കർമ്മശാസ്ത്ര പണ്ഡിതൻ, വലിയ പണ്ഡിതനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ, അദ്ദേഹത്തിൻ്റെ മുസ്നദാണിത്. ഇത് എൻ്റെ 1-ാം വാള്യം. 2, 3, 4, 5 ഇങ്ങനെ എണ്ണിപ്പോയാൽ 52 വാള്യം. ഈ 45-ാം വാള്യം എടുത്തിട്ട് നമുക്ക് എണ്ണം കാണിച്ചു തരാം. 46 മുതലാണ് ലാസ്റ്റ് ഹദീസൊക്കെ. ശരി, എത്ര ഹദീസ് ഉണ്ടെന്ന് നമ്മളൊന്ന് ഗസ് ചെയ്ത് നോക്കി. ഇമാം ബുഖാരിയുടെ ഉസ്താദാണ് അദ്ദേഹം. അന്ന് അവസാനത്തെ ഹദീസ് 27,648 ഷദ്ദാദ് ഇബ്നുൽ ഹാദിർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചപ്പോൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അവര് സുജൂദിൽ റസൂലിന്റെ പുറത്ത് കയറി ആന വലിച്ച ആ സംഭവം പറയുന്ന ഹദീസാണ്. ഈ കിതാബ് എന്നറിയോ, ഇതാണ് തുഹ്ഫത്തുൽ അഹ്വദി, അതായത് സുനനു തിർമിദിയുടെ വ്യാഖ്യാനം, ഷറഹ്. ഇത് എഴുതിയത് ലോകപ്രശസ്തമാണ്. സുനനു തിർമിദിയുടെ വ്യാഖ്യാനങ്ങൾ എന്ന ഷറഹുകൾ എന്ന് പറയുമ്പോൾ തന്നെ ലോകത്ത് ഒന്നാമത്തെ പട്ടികയിൽ 1-ാം നിരയിൽ വരുന്നതാണ് തുഹ്ഫത്തുൽ അഹ്വദി. ഇത് എഴുതിയത് ഒരു ഇന്ത്യൻ പണ്ഡിതനാണ്, അല്ലാമ മുഹമ്മദ് ഇബ്നു അബ്ദുറഹ്മാൻ അൽ മുബാറക് ഫുരി. ഇന്ത്യയിലെ ഇപ്പോഴുള്ള UP-യിലെ ആസംഗഡിൽ ഉള്ള ഒരു സ്ഥലമാണ് മുബാറക്പൂർ. അവിടെ നിന്ന് ജനിച്ചു വളർന്ന് പിന്നെ ലോകപ്രശസ്തമായ നിലയിൽ തിർമിദിയുടെ ഷറഹ് എഴുതി എല്ലാ യൂണിവേഴ്സിറ്റികളിലും. അതുപോലെ തന്നെ തിർമിദിയുടെ ഷറഹ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്തൊക്കെ ആദ്യമായിട്ട് അവലംബിച്ചിരുന്നത് തുഹ്ഫത്തുൽ അഹ്വദിയാണ്. ഇത് ഹദീസിൻ്റെ സെക്ഷനിലെ ഫത്ഹുൽ ബാരി അൽ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ ഷെയ്ഖിൻ്റെ ഫത്ഹുൽ ബാരി അഥവാ ഫത്ഹുൽ ബാരി ബി ഷർഹി സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹുൽ ബുഖാരിൻ്റെ ഷർഹാണ്.
അപ്പോൾ ഈ എഡിഷൻ ഇതാ 24 വോളിയങ്ങളിലായിക്കൊണ്ട്. സ്വഹീഹുൽ ബുഖാരിയുടെ മറ്റൊരു വ്യാഖ്യാനമാണ് ഷർഹാണ് ഔനുൽ ബാരി. ഇത് എടുത്തു കാണിക്കാനുള്ള കാരണം ഇതും ഒരു ഇന്ത്യൻ പണ്ഡിതൻ എഴുതിയതാണ്. നിങ്ങൾ എത്ര ആളുകൾ കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അല്ലാമ സിദ്ദീഖ് ഹസൻ ഖാൻ എന്നറിയപ്പെട്ട വലിയൊരു ഇന്ത്യൻ പണ്ഡിതനുണ്ട്. ഏകദേശം 300-ലധികം ഗ്രന്ഥങ്ങൾ എഴുതിയ, ഇന്ത്യയിലെ കന്നൗജ് എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ചു വളർന്ന അല്ലാമ നവാബ് സിദ്ദീഖ് ഹസൻ ഖാൻ അൽ കന്നൗജി റഹ്മത്തുള്ളാഹി അലൈഹി. ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. അതിൽ അദ്ദേഹത്തിൻ്റെ ബുഖാരിയുടെ വ്യാഖ്യാനമാണിത്. ഇത് സ്വഹീഹ് മുസ്ലിമിൻ്റെ അതിൻ്റെ ഷർഹുകളിൽ ഏറ്റവും പ്രസിദ്ധമായതാണ് ഇമാം നവവിയുടെ ഷർഹ് നവവി സ്വഹീഹ് മുസ്ലിം. പിന്നെ സ്വഹീഹ് മുസ്ലിമിനെ കുറിച്ചൊരു ചെറിയൊരു കാര്യം പറയാനുള്ളത്, ഇപ്പോൾ ഇമാം ബുഖാരി സ്വഹീഹുൽ ബുഖാരിക്ക് ഹെഡിങ്ങുകൾ ഇട്ടത് ഇമാം ബുഖാരി തന്നെയാണ്. ഹെഡിങ്ങുകൾ കൊടുക്കുന്നതിന് താഴെ ഹദീസുകൾ ഓരോ അധ്യായങ്ങളെ തിരിക്കും. എന്നാൽ സ്വഹീഹ് മുസ്ലിം അങ്ങനെയല്ല. ഇമാം സ്വഹീഹ് മുസ്ലിം എഴുതിയത് ഹദീസുകൾ അങ്ങനെ ക്രോഡീകരിച്ച് പോകാൻ ചെയ്തത്. അതിന് കൃത്യമായി പിന്നെ ഹെഡിങ്ങുകൾ ബാബുകളൊക്കെ കൊടുത്ത് തിരിച്ചത് ഇമാം നവവിയാണ്. അപ്പോൾ വളരെ വലിയൊരു സേവനം, ഒരു പണ്ഡിതൻ ഒരു വലിയ സേവനം നിർവഹിക്കുന്നു. ശേഷം വരുന്ന പണ്ഡിതന്മാർ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപക്ഷെ അതിനേക്കാളും അല്ലെങ്കിൽ അതിനെ ലോകത്ത് പിന്നെ തർത്തീബാക്കാനും അതുപോലെ തന്നെ വ്യാപിപ്പിക്കാനും കാരണമായ സേവനങ്ങൾ അതിനോടൊപ്പം ചേർക്കുന്നു. അപ്പോൾ ഇതൊക്കെ അടങ്ങിയൊരു വലിയ വിജ്ഞാന ശേഖരമാണ് ഇസ്ലാമിക ലൈബ്രറികൾ എന്ന് പറയുന്നത്. തഅവീൽ മുഖ്തലിഫുൽ ഹദീസ് ലിൽ ഇമാം ഇബ്നു ഖുതൈബ, ഷർഹ് മുഷ്കിലുൽ അസാർ ലിൽ ഇമാം തഹാവി. ഇവിടെ കൊടുത്തിട്ടുള്ളത് നമ്മൾ ഇവിടുന്ന് കിതാബ് എടുത്തു കഴിഞ്ഞാൽ, ഷെൽഫിൽ നിന്ന് കിതാബ് എടുത്തു കഴിഞ്ഞാൽ നമ്മളിവിടെ ഇട്ട് പോയാൽ മതി, തിരിച്ചു വെക്കണ്ട. കാരണം എന്താ വെച്ചാൽ ഓരോരു തർത്തീബിലായിരിക്കും വെച്ചിട്ടുണ്ടാവുക. ആ തർത്തീബ് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കിതാബ് ഇവിടെ വെച്ച് പോവാം. ഓലത് കറക്റ്റ് എവിടെ വെക്കേണ്ടത് നോക്കിയിട്ടുള്ളൂ. ലൈബ്രറിയിലും എല്ലാ ഫ്ലോറിലും ഇതേപോലെ ബൂഫിയ സെറ്റപ്പ് ഉണ്ട്. നമ്മൾ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ചായയും കോഫിയൊക്കെ ഉണ്ടാക്കി കുടിക്കാനുള്ളൊരു സൗകര്യം. الناس من رحم الناس رحم من صدق الله على من طلب العلم علم. ഇനി നമുക്ക് ഫിഖ്ഹിന്റെ സെഷനിലേക്ക് പോവാം. തെറ്റില്ല എന്നാലും ഖിലാഫുൽ ഔലയ എന്നും ബുജൈരിമി നോക്ക് രണ്ടിൽ തന്നെയാ. ബുജൈരിമി രണ്ടാം വാള്യം, ഹാഷിയത്തുൽ ബുജൈരിമി ഫിഖ്ഹു ഷാഫി. ഹംബലി ഫിഖ്ഹിലെ മുഗ്നിയാണ് കയ്യിലുള്ളത്. ഇബ്നു ഖുദാമ അൽ മഖ്ദിസി റഹ്മത്തുള്ളാഹി അലൈഹി ഹംബലി മദ്ഹബിലെ ആധികാരിക പണ്ഡിതനാണ്. അദ്ദേഹം ഹംബലി ഫിഖ്ഹിലെ ഇന്നും വിദ്യാർത്ഥികൾ ഹംബലി ഫിഖ് ഇങ്ങനെ തട്ടുതട്ടായി പഠിക്കണമെങ്കിൽ ആദ്യം അദ്ദേഹത്തിൻ്റെ ഉംദത്തുൽ ഫിഖ് ഏറ്റവും പിന്നെ മുബ്തദീയങ്ങളായ ബിഗിനേഴ്സ് ലെവലുള്ള കിതാബാണ്. അത് പഠിച്ചു കഴിഞ്ഞവർക്ക് പിന്നെ മുഖ്നിയ എന്ന കിതാബുണ്ട്. അതും കഴിഞ്ഞവർക്ക് അൽ കാഫി എന്ന് പറയുന്നുണ്ട്. അതും കഴിഞ്ഞവർക്കുള്ളതാണ് അൽ മുഗ്നി. അപ്പോൾ 4ഉം അദ്ദേഹം എഴുതിയത് തന്നെയാണ്. രസകരമായൊരു കാര്യം, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഒരേ ഒരു ഫിഖ് കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിനാണ് അദ്ദേഹം ഷറഹ് എഴുതിയിട്ടുള്ളത്. അതേതാണെന്നറിയോ? അത് ഇമാം ഇബ്നു ഖുദാമ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഉംദയ്ക്കാണ്. അൽ-ദഖീറ ഫി ഫുറൂഇൽ മാലിക്കിയ, മാലിക്കി മദ്ഹബ്. ബദാഇഉ സ്വനാഇ ഫി തർത്തീബി ശറാഇ, ഹനഫി മദ്ഹബിലെ പ്രാമാണികനായ അലാഉദ്ദീൻ അൽ കാസാനി റഹിമഹുല്ലാഹ് എഴുതിയ ഗ്രന്ഥമാണത്. ഹനഫി മദ്ഹബിലെ ആധികാരിക ഫിഖ് ഗ്രന്ഥങ്ങളിൽപ്പെട്ടതാണ്. ഈ കിതാബ് എഴുതിയതിൻ്റെ പേരിലാണ് അലാഉദ്ദീൻ കാസാനി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് അദ്ദേഹത്തിൻ്റെ ഉസ്താദ് എന്ത് ചെയ്തത്? സ്വന്തം മോളെ വിവാഹം കഴിച്ചു കൊടുത്തത്. ആ മോളും വലിയ പണ്ഡിതയായിരുന്നു. ഇദ്ദേഹം ഫത്വ കൊടുക്കുമ്പോൾ അബദ്ധങ്ങൾ സംഭവിച്ചാൽ ഭാര്യ തിരിച്ചു കൊടുക്കുമായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. ഷെയ്ഖുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിൽ വരുന്ന പേര് ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി. അഹ്മദ് ബിൻ അബ്ദുൽ ഹലീം ബിൻ അബ്ദുസ്സലാം ബിൻ തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തിൻ്റെ മജ്മു അൽ ഫത്താവ, ഫത്വകളുടെ സമാഹാരം, ഒരു എന്താ പറയുക, ഒരു വിജ്ഞാനത്തിനൊരു എൻസൈക്ലോപ്പീഡിയാണത്. അതിൽ പിന്നെ ബഹുഭൂരിഭാഗം അദ്ദേഹം ജയിലിൽ കിടന്നുകൊണ്ട് സ്വന്തം ഓർമ്മയിൽ നിന്നാണ് റെഫറൻസുകളടക്കം എടുത്ത് അദ്ദേഹം എഴുതുന്നത്. 37 വാള്യങ്ങളുണ്ട്. 37ാമത്തെ വാള്യമാണിത്. 37ാമത്തെ മജ്മുൽ ഫത്താവിൻ്റെ വലിയൊരു സെക്ഷനിൽ ഇതിൻ്റെ പല പ്രിൻ്റുകളുണ്ട്. പല വാള്യങ്ങളിലായി പ്രിൻ്റ് ചെയ്ത പല ടൈപ്പ് പ്രിൻ്റുകൾ ഉള്ളൊരു സെക്ഷനിലാണ് നമ്മളുള്ളത്.
من طلب الفضل إلى غير ذوي الفضل حرم من حفظ العهد. ഇത് മഖ്സൂറത്തു ബഹ്സ്, ഈ PhD ഒക്കെ ചെയ്യുന്നവർക്ക്, ബഹ്സ് ചെയ്യുന്നവർക്ക് ഒഴിഞ്ഞിരിക്കാൻ പറ്റിയൊരു ക്യാബിൻ പോലത്തെ സംഭവമാണ്. അപ്പോൾ ഒരുപാട് റൂമുകളുണ്ട് ഇതേപോലെ. പിന്നെ ഇത് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് പ്രത്യേകം പോലെ എന്ത് ചെയ്തിട്ടുണ്ട്, മഖ്സൂസാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, കമ്പ്യൂട്ടറുണ്ട്, സിസ്റ്റം ഉണ്ട്, ടേബിളുണ്ട്, ചെയറുണ്ട്. അപ്പോൾ ഓല ആവശ്യങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എന്താണ് ബുക്സും ഡോക്യുമെൻറ്റ്സൊക്കെ ഇവിടെ ഇട്ടിട്ട് അവർക്ക് എന്ത് ചെയ്യുക, ലോക്ക് ചെയ്തിട്ട് പോവാം. ഇവിടെ അവർക്കൊരു കീ കിട്ടും കാർഡ് രൂപത്തിലുള്ള. نجا من قال بالخير غنم من عف واكتف زكى من جحد الحق آثم من سالم الناس سلم من شاتم الناس شتم من ظلم الناس أسام. ഇനി നമുക്ക് പോകാനുള്ളത് അഖീദ സെക്ഷനിലോട്ടാണ്. അപ്പോൾ അഖീദ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശ്വാസം, മനുഷ്യൻ്റെ ഹൃദയത്തോട് അത്രയേറെ ബന്ധപ്പെടുത്തി നിൽക്കേണ്ട ഒന്നായതുകൊണ്ടാണ് അറബിയിൽ അഖദ എന്ന് പറഞ്ഞാൽ ബന്ധിച്ചു എന്നർത്ഥം. അഖീദ നമ്മളോട് അത്രയേറെ ബന്ധിച്ച് നമ്മൾ വെക്കേണ്ട ഒരു സംഗതിയാണ് അഖീദ എന്ന് പറയുന്നത്. ഇസ്ലാമിക വിശ്വാസ ശാസ്ത്രം അല്ലെങ്കിൽ വിശ്വാസ കാര്യങ്ങൾ പറയുന്ന ഈ ഒരു വിജ്ഞാന ശാഖ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇൽമുൽ അഖീദ. ഒരുപാട് ഗ്രന്ഥങ്ങൾ നമ്മളൊന്ന് ആലോചിച്ചാൽ അഖീദ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശ്വാസം, ഈമാൻ, അതെന്തായിരുന്നു, അതേ വിശ്വാസം സ്വഹാബിമാർ, താബിഈന്മാർ, അതുപോലെ തബഅത്താബിഈൻ ഇവരിലൂടെ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരിലൂടെ ഇങ്ങനെ വന്നു. അത് ശരിക്കും പഠിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് നമ്മളെല്ലാവരും, അതൊരു പണ്ഡിതനെന്നോ പാമരനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. നമ്മുടെ അഖീദ ശരിയാണോ അല്ലേ എന്നുള്ളത്. അഖീദക്ക് വേണ്ടി ഇപ്പോൾ ചരിത്രത്തിൽ ഇമാം അഹ്മദിനെ പോലെയുള്ള ആളുകൾ, അദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ ഇമാമു അഹ്ലി സുന്ന എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഉസൂലു സുന്ന എന്ന് പറയുന്ന അഖീദ ഗ്രന്ഥം ഇവിടെ നമ്മുടെ ലൈബ്രറിയിലുണ്ട്. അപ്പോൾ അദ്ദേഹം ജീവിതത്തിൽ സഹിച്ച പരീക്ഷണങ്ങൾ, ത്യാഗങ്ങൾ വർണ്ണനാതീതമാണ്. മഅ്മൂൻ, മുഅ്തസിം, വാസിഖ് എന്നീ 3 ഖലീഫമാർ മാറി മാറി തുടർച്ചയായി അദ്ദേഹത്തെ പീഡിപ്പിച്ചു, തടവറയിലിട്ടു, ഒരുപാട് ശാരീരികമായ മാനസികമായ പീഡനങ്ങൾക്ക് വിധേയനാക്കി, അദ്ദേഹത്തിനെ ക്ലാസ് എടുക്കുന്നതിൽ നിന്ന്, ദീൻ പഠിപ്പിക്കുന്നതിൽ നിന്ന് തടഞ്ഞു. എന്നിട്ടും അദ്ദേഹം അഹ്ലുസുന്നയുടെ അഖീദ, അതേപോലെ മുഅ്തസിലികൾക്കെതിരെ അഹ്ലുസുന്നയുടെ അഖീദ അദ്ദേഹം ഉറക്കെ പിടിച്ചു പറഞ്ഞു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇമാമു അഹ്ലുസുന്ന എന്ന് പേര് വരാനുള്ള കാരണം. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് അഖീദ സെക്ഷനിലെ കുറച്ച് കിതാബുകൾ പരിചയപ്പെടാം. ഹുക്മുൽ മഹബ്ബത്തി സാബിതുൽ അർകാനി മാലിസ്സുദൂദി ബിഫസ്ഖി ദാക യദാനി അന്നാ വഖാദിൽ ഹുസ്നി നഫദ ഹുക്മഹ ഫലിദാ അഖറ ബിദാലികൽ ഖസ്മാനി. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹിയുടെ നൂനിയയുടെ ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹിയുടെ ശർഹ് അടക്കമുള്ള കിതാബാണ്. അഖീദയിൽ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല രചിച്ച 6000-ഓളം വരികൾ വരുന്ന പദ്യമാണ് നൂനിയ അല്ലെങ്കിൽ അൽ കാഫിയത്തു ഷാഫിയ എന്ന പേരിൽ അറിയപ്പെട്ടത്. അഖീദ എന്ന വിഷയം മാത്രം 6000-ഓളം വരികൾ. ഇമാം അൽ ബർബഹാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ശറഹുസ്സുന്ന, കിതാബു തൗഹീദ് ആരുടേതെന്നറിയോ? 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ച വലിയ അഹ്ലുസുന്നയുടെ പണ്ഡിതനായ ഇബ്നു ഖുസൈമ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ. ഷർഹ് ഉസൂലി ഇഅ്തിഖാദി അഹ്ലി സുന്നത്തി വൽ ജമാഅ ഇമാം ലാലക്കായിയുടേത്. അൽ അഖീദത്തുൽ വാസിത്തിയ്യ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഖീദ ഗ്രന്ഥങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണിത്. ഷെയ്ഖുൽ ഇസ്ലാമിനോട് ഒരാൾ അഖീദയിൽ ഒരു ഗ്രന്ഥം എഴുതി തരണമെന്ന് ആവശ്യപ്പെട്ടു. അയാൾ വാസിത്ത് എന്ന് പറയുന്ന പ്രദേശക്കാരനാണ്. അങ്ങനെ അദ്ദേഹം ഒരു അസറിനും മഗ്രിബിനും ഇടയിൽ ഇരുന്ന് എഴുതി തീർത്ത അഖീദത്തുൽ വാസിത്തിയ്യ, അതിൻ്റെ ഷർഹും കൂടി ചേർന്ന കിതാബാണ്. അഖീദ സെക്ഷനിൽ ഇങ്ങനെ കറങ്ങി നടക്കുമ്പോൾ കണ്ടൊരു കിതാബാണ്. ഇതിൻ്റെ പേരാണ് ശ്രദ്ധ ആകർഷിച്ചത്, ജദ്ദിദ് തൗഹീദക്. സത്യം പറഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ഈ ഫിഖ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഒരുപാട് പ്രാധാന്യം കൊടുക്കുമെങ്കിലും അഖീദ പഠിക്കാനും നമ്മുടെ ഈമാൻ, നമ്മുടെ വിശ്വാസം, ഇത് ഇടയ്ക്കിടെ പൊടി തട്ടിയെടുത്ത് പുതുക്കാനൊക്കെ നമ്മൾ ആത്മാർത്ഥമായി ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഈ കിതാബിൻ്റെ പേര് തന്നെ കണ്ടപ്പോൾ അങ്ങനൊരു ചിന്ത. അഖീദ എന്ന് പറയുന്ന വിജ്ഞാന ശാഖയുടെ ഒരു ഉപവിഭാഗമായി വരുന്ന ഒന്നാണ് അൽ ഫിറഖ് അഥവാ വ്യതിയാന കക്ഷികൾ. അപ്പോൾ വ്യത്യസ്തങ്ങളായ ആശയങ്ങൾ,
ഇസ്ലാമിനുള്ളിൽ തന്നെ ഉണ്ടായ പല അവാന്തര വിഭാഗങ്ങൾ, പിഴച്ച കക്ഷികൾ. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് ഏറ്റവും നല്ലൊരു റെഫറൻസായി ഉപയോഗിക്കാൻ പറ്റിയ ഒന്നാണ് അൽ മിലൽ വന്നിഹൽ എന്ന് പറയുന്ന കിതാബ്. ഇമാം ഷഹരിസ്ഥാനി റഹ്മത്തുള്ളാഹി അലൈഹിയാണ് ഇതിൻ്റെ രചയിതാവ്. മാതുരീദിയ, മുഅ്തസില, അശാഇറ, ഷിയ, ഖവാരിജ്, ഇസ്മായിലിയൂൻ, മുർജിഅ, ജഹ്മിയ, നുസൈരിയ, ഖാദിയാനിയ, ഇബാദിയ, ഖറാമിത, അൽ ഹശാഷൂൻ. شاتم الناس شتم من ظلم الناس أسام رحما. ഈ അശ്അരികൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. യഥാർത്ഥത്തിൽ അവർ പിന്നെ സ്വയം ചേർത്തി പറയുന്നത് ഇമാം അബുൽ ഹസൻ അലി ഇബ്നു ഇസ്മായിൽ അൽ അഷാരി റഹ്മത്തുള്ളാഹി അലൈഹി ഹിജ്റ 330 മരണപ്പെട്ട വലിയ പണ്ഡിതൻ. അദ്ദേഹത്തോട് ചേർത്തിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ അശ്അരികളാണ് എന്ന് പറയാറുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ അദ്ദേഹം ആദ്യകാലത്ത് ഒരു 40ഓളം വർഷം അദ്ദേഹം മുഅ്തസിലിയായിരുന്നു. പിന്നെ അദ്ദേഹം കുല്ലാബികൾ, അശ്അരികളുടെ ഒരു വിഭാഗമാണ് കുല്ലാബിയ എന്ന് പറയുന്നത്. ആ കുല്ലാബിയ എന്ന് പറയുന്ന ആശയങ്ങളുമായി ഇബ്നു കുല്ലാബ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ആകൃഷ്ടനായി പിന്നെ ആശയങ്ങൾ പിന്തുടർന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെതായ തന്നെ ഒരു രീതി ഉണ്ടായി വന്നു. അതിൽ നിന്നാണ് ആളുകൾ ആ വാദങ്ങളെയും ആശയങ്ങളെ പിൻപറ്റിക്കൊണ്ടാണ് അശ്അരികൾ എന്ന് പറയാറുള്ളത്. പക്ഷേ രസം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം തന്നെ അവസാന കാലത്ത് അതിൽ നിന്നും മാറി യഥാർത്ഥ അഹ്ലുസുന്നയുടെ ഇമാം അഹ്മദിൻ്റെ അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകൾ പരിശോധിച്ചാൽ, ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നത് പോലെ ഇമാം അഹ്മദിൻ്റെ യഥാർത്ഥ അഹ്ലുൽ ഹദീസ്, അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആശയങ്ങളിലേക്ക്, ആ ആദർശത്തിലേക്ക് അദ്ദേഹം മാറുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം മാറിയതിന് ശേഷം എഴുതിയ 2 ഗ്രന്ഥങ്ങളുണ്ട്. പലപ്പോഴും അശ്അരികൾ അത് അംഗീകരിക്കാറില്ല. പക്ഷേ എന്നിരുന്നാലും ഇമാം ബൈഹഖിയെ പോലെ, ഇബ്നു അസാക്കിറിനെ പോലെ റഹ്മത്തുള്ളാഹി അലൈഹിമ, ഇവരൊക്കെ, ഇമാം ബൈഹഖിയൊക്കെ അശ്അരിയാണ്, പക്ഷേ അവരൊക്കെ തന്നെ പോലും ഈ ഗ്രന്ഥങ്ങൾ അദ്ദേഹത്തിൻ്റെതാണ് എന്ന് രചനകളിൽ സ്ഥിരപ്പെടുത്തുന്നത് കാണാം. അങ്ങനെ എഴുതിയ 2 ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അൽ ഇബാന ഫി ഉസൂലിദ്ദിയാന, അല്ലെങ്കിൽ അൽ ഇബാന അൻ ഉസൂലിദ്ദിയാന എന്ന് പറയുന്ന ഈ കിതാബ്. അതുപോലെ തന്നെ മഖാലാത്തുൽ ഇസ്ലാമിയീൻ വഖ്തിലാഫുൽ മുസല്ലീൻ എന്ന് പറയുന്ന കിതാബ്. അതിൽ ഇബാനയിലാണ് അദ്ദേഹത്തിൻ്റെ അഖീദ കുറച്ചുകൂടി വ്യക്തമായി പറയുന്നത്. പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ സിഫാത്തുകളുടെ വിഷയത്തിലൊക്കെ അദ്ദേഹം മടങ്ങിയത് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. അദ്ദേഹം തന്നെ മാറിയ മദ്ഹബ് പിന്നെയാണ് ഇന്നും കുറേ ആളുകൾ അശ്അരികളാണ് എന്ന അഭിമാനപൂർവ്വം പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. നമ്മളതിലൊക്കെ മനസ്സിലാക്കാനുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്ന കൃത്യമായ അഖീദ, കൃത്യമായ ആദർശം, അത് മദ്ഹബിൻ്റെ ഇമാമുമാരെ പോലെ, ഇമാം അഹ്ലുസുന്ന ഇമാം അഹ്മദിനെ പോലെ, ഇമാം ബുഖാരിയെ പോലെ എത്രയോ പണ്ഡിതന്മാർ വളരെ കൃത്യമായത് രേഖപ്പെടുത്തുകയും പ്രചരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ യഥാർത്ഥ മുൻഗാമികളുടെ സലഫിൻ്റെ ആ ഒരു അഖീദ പിൻപറ്റാൻ നമ്മളും പരിശ്രമിക്കുക. തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പിഴവുകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നാളെ പരലോകമാണ് വലുത്, തിരുത്താൻ പൂർണ്ണ മനസ്സോടെ തയ്യാറാവുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറയെ ബേസ് ചെയ്തുകൊണ്ടുള്ള അറ്റ്ലസാണിത്. അൽ അത്ലസു താരീഖി ലി സീറത്തി റസൂൽ. ഇതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയ വഴി, ഓരോ യുദ്ധത്തിൻ്റെ വഴികൾ, അതിൻ്റെ മാപ്പുകൾ ഒക്കെ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ പിന്നെ മുസ്ലിങ്ങൾ തമ്മിലും യഹൂദരും ഒക്കെ ഉണ്ടാക്കിയ ഉടമ്പടികളുണ്ടായത്, മീസാഖുൽ മദീന എന്നറിയപ്പെടുന്നത്. അതിലെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഇതിലുള്ളത്. സാദുൽ മആദ് ഫി ഹദി ഖൈരിൽ ഇബാദ്. ഇതൊരു വല്ലാത്ത കിതാബാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും വേണമെങ്കിൽ പറയാം. ചരിത്രം, പ്രവാചകൻ്റെ സവിശേഷതകളും ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയ ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയ ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥത്തെക്കുറിച്ച് ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത് തലേണയ്ക്ക് സൈഡിൽ വെച്ച് എല്ലാ ദിവസവും ഇടയ്ക്കിടയ്ക്ക് വായിക്കണം എന്നുള്ളതാണ്. ഒരുപാട് പണ്ഡിതന്മാർ ഈ ഗ്രന്ഥം അവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഗ്രന്ഥങ്ങളിൽ ഒന്നായി പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഒരു യാത്രയിലാണ് ഇത് എഴുതിയത്. ഒരു സ്ഥലത്ത് നിന്ന് യാത്ര പുറപ്പെട്ട് അടുത്ത സ്ഥലത്തെത്തി അതിനുള്ളിൽ എന്ത് ചെയ്തു, കിതാബ് എഴുതി. 4-5 വാള്യങ്ങളുണ്ട്. 4 വാള്യങ്ങളുള്ള കോപ്പിയും 5-6 വാള്യങ്ങളുള്ള പ്രിൻ്റൊക്കെ ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ഓരോ അണുവും ഓരോ നിമിഷവും കൂടെ നടന്ന് ഒപ്പിയെടുത്ത ആളുകളാണ് സ്വഹാബിമാർ. ചരിത്രത്തിൽ ഇങ്ങനെ ഓരോ സെക്കൻഡും ഓരോ ചലനങ്ങളും നിശ്ചലനങ്ങളും റെക്കോർഡ് ചെയ്യപ്പെട്ടൊരു മനുഷ്യൻ വേറെ ഉണ്ടാവില്ല. ഇപ്പോൾ ഇത് കണ്ടോ, മവാഖിഫ് ബക്കാ ഫീഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം.
മവാഖിഫ് ഗളിബ ഫിഹ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞ സന്ദർഭങ്ങൾ മാത്രം ക്രോഡീകരിച്ച കിതാബാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യപ്പെട്ട സന്ദർഭങ്ങൾ മാത്രം ക്രോഡീകരിച്ച കിതാബാണ്. മവാഖിഫ് ലഹിക ഫിഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊരു വേറെ കിതാബുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ച സന്ദർഭങ്ങൾ മാത്രം, അത് പെട്ടെന്ന് നോക്കിയിട്ട് കാണുന്നില്ല, ഒരു കിതാബുണ്ട്. ഇങ്ങനെ ഒരുപാട് സീറയുടെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് ഉപവിഭാഗങ്ങളായിട്ടുണ്ട്. ഓരോ റസൂലിൻ്റെ ഓരോ കാര്യങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച ആയുധങ്ങൾക്ക് മാത്രം കിതാബുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച ഉപകരണങ്ങൾ, വസ്ത്രങ്ങൾ അല്ലെങ്കിൽ വീട്ടു സാധനങ്ങൾ, അതിന് കിതാബുണ്ട്. അങ്ങനെ പലതരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം മുഴുവൻ നമുക്ക് ഇന്നൊരാൾക്ക് പഠിക്കണമെങ്കിൽ ഒരു തുറന്ന പുസ്തകം പോലെ ഒരുപാട് സോഴ്സുകളിലായി അത് അവൈലബിളാണ്. നമ്മൾ പഠിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. അസ്വാജുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെയൊക്കെ ഉമ്മമാരായ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നിമാരുടെ ചരിത്രങ്ങൾ മാത്രം. മാദാ യുഹിബ്ബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വമാദാ യക്റഹ്, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടിരുന്നതും വെറുത്തിരുന്നതുമായ സംഗതികൾക്ക് വേണ്ടി മാത്രം ഒരു കിതാബ്. അഖ്ലാഖിയാത്തുൽ ഹർബ് ഫി സിറത്തിൻ നബവിയ്യ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ യുദ്ധത്തിലുള്ള ധാർമ്മികതകൾ, യുദ്ധമര്യാദകൾ, ഇതുമാത്രം പറയുന്ന ഗ്രന്ഥം. സ്വഹാബിമാരെ പറ്റിയുള്ള പഠനം ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇപ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നും വെറുതെ ഒരു ചരിത്രം പഠിച്ചു പോകാൻ, അല്ല, സംഭവങ്ങളും ചരിത്രങ്ങളും ഡേറ്റുകളും പഠിക്കലല്ല. ഒരാളൊരു സ്വഹാബിയാണോ അല്ലയോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു അറിവാണ്. കാരണം ഒരാളൊരു കാര്യം ഉദ്ധരിക്കുമ്പോൾ അയാൾ സ്വഹാബിയായിട്ടാണ് ഉദ്ധരിക്കുന്നതെങ്കിൽ ആ ഹദീസാണ്. എന്നാൽ അയാൾക്ക് സ്വഹബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അയാൾ ജീവിച്ചിട്ടില്ല എന്ന് തെളിയുകയാണെങ്കിൽ അത് ഹദീസ് അല്ലാതായി മാറും. അപ്പോൾ അങ്ങനെ ഏതൊരാൾക്കും വന്നിട്ട് സ്വഹാബിയായിരുന്നു ചരിത്രത്തിൽ അങ്ങനെ വെറുതെ അങ്ങനെ ഉദ്ധരിക്കപ്പെട്ടു പോകുന്നൊരു കാര്യമല്ല. നേരെ മറിച്ച് പണ്ഡിതന്മാർ വളരെ കൃത്യമായി പഠനം നടത്തിയിട്ടുണ്ട്. അവർ ജനിച്ച സമയവും വർഷം ഇതൊക്കെ നോക്കി അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സഹവസിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള പഠനങ്ങളുണ്ട്. അങ്ങനെ സ്വഹാബിമാരുടെ മാത്രം ചരിത്രം രേഖപ്പെടുത്തിയ വോള്യങ്ങൾ കണക്ക് വരുന്ന ഗ്രന്ഥങ്ങളുണ്ട്. അതിലൊന്നാണ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ ഇസാബ ഫി തമീസി സ്വഹാബ എന്ന് പറയുന്ന ഗ്രന്ഥം. അതുപോലെ തന്നെ ഇബ്നുൽ അസീർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഉസ്ദുൽ ഖാബ ഫി മാരിഫത്തി സ്വഹാബ എന്ന് പറയുന്ന കിതാബ്. ഇത് രണ്ടും ഇതിൽ പ്രസിദ്ധമാണ്. ഇതും അല്ലാത്ത ഒരുപാട് കിതാബുകളുണ്ട്. പിന്നെ സ്വഹാബിമാരെക്കുറിച്ചുള്ള വിശദമായ പഠനം, അവരുടെ ചരിത്രം ഒക്കെയാണ് ഈ കിതാബുകളിലുള്ളത്. ഒരു രസകരമായ ഒരു കാര്യം കൂടി പറയാം. കാര്യം എന്താണെന്ന് വെച്ചാൽ, പിന്നെ വ്യാജ പ്രവാചകന്മാരെ നമുക്ക് ചരിത്രത്തിലറിയാം. മുസൈലിമത്തുൽ കദ്ദാബ്, അങ്ങനെ പല ആളുകളും, മുത്തനബി, ഇവരൊക്കെ വ്യാജമായി പ്രവാചകനെ, ഖാദിയാനി, മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി ഒക്കെ ഉണ്ട്. ഇതുപോലെ വ്യാജ സ്വഹാബിമാരുണ്ട്. പിന്നെ ഹിജ്റ 6-ാം നൂറ്റാണ്ടിൽ, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം 6 നൂറ്റാണ്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു മനുഷ്യൻ എന്ത് ചെയ്തു, ഞാൻ സ്വഹാബിയാണ് എന്ന് വാദിച്ചു. ഞാൻ ആയിഷ റളിയല്ലാഹു അൻഹയൊക്കെ കണ്ടിട്ടുണ്ട്, ഞാൻ സ്വഹാബിയാണെന്ന് വാദിച്ചിട്ടുണ്ട്. ആ മനുഷ്യനെക്കുറിച്ച് നിങ്ങൾക്കറിയാം. അതും ഒരു ഇന്ത്യക്കാരനാണ്, ബാബ രത്തൻ അൽ ഹിന്ദി. ഇമാം ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി ആണെന്ന് തോന്നുന്നു. ഇമാം ദഹബി തന്നെ മീസാനുൽ ഇഅ്തിദാലിൽ അയാളെക്കുറിച്ച് പറയുന്നുണ്ട്. അതുമാത്രമല്ല, അദ്ദേഹം ഈ പറഞ്ഞ ആൾക്ക് വേണ്ടി, വ്യാജ സ്വഹാബിക്ക് വേണ്ടി മാത്രം ഒരു പഠനം എഴുതിയിട്ടുണ്ട്. ബാബ രത്തൻ എന്ന് പറയുന്ന ഇന്ത്യക്കാരനായ ആൾ. അപ്പോൾ സ്വഹാബിമാരെക്കുറിച്ചുള്ള പഠനവും അവരെ അറിയാമെന്നുള്ളതും ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൽമാണ്, അറിവാണ്. നമ്മൾ തറാജിമിൽ സെക്ഷനിൽ സിയറു അഅലാമിൻ നുബല ഇമാം ദഹബിൻ്റെ റഹ്മത്തുള്ളാഹി ഈ സെക്ഷനിലാണ് എത്തിയിട്ടുള്ളത്. ഇത് പിന്നെ സിയറു അഅലാമിൻ നുബല എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് ലോകത്ത് എഴുതപ്പെട്ടതിൽ പ്രശസ്തരായ പിന്നെ ഉന്നത വ്യക്തിത്വങ്ങളെക്കുറിച്ച്, സ്വഹാബിമാരും താബിഈകളും സുന്നയുടെ വലിയ പണ്ഡിതന്മാരും രാജാക്കന്മാരും ഒക്കെ, ഇവരുടെയൊക്കെ ചരിത്രം, ജീവചരിത്രം രേഖപ്പെടുത്തിയ ഇങ്ങനൊരു ഗ്രന്ഥം ഇസ്ലാമിക ചരിത്രത്തിൽ വേറെ ഉണ്ടാവില്ല. 37 വോള്യങ്ങളിലായി ഹാഫിദുദ്ദുനിയ, ഈ ദുനിയാവിലെ ഏറ്റവും വലിയ ഹാഫിദ് എന്നറിയപ്പെട്ട വലിയ ലക്ഷക്കണക്കിന് ഹദീസുകൾ മനപ്പാടമുള്ള വലിയ പണ്ഡിത ഇമാം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ശിഷ്യൻ കൂടിയായ ഇമാം ദഹബി, ഷംസുദ്ദീൻ അദ്ദഹബി റഹ്മത്തുള്ളാഹി എഴുതിയ ഗ്രന്ഥമാണ് സിയറു അഅലാമിൻ നുബല. ഒരുപാട് പണ്ഡിതന്മാരുടെയും വലിയ വലിയ വ്യക്തിത്വങ്ങളുടെയും ചരിത്രം. ഇത് നമ്മൾ ദിവസം കുറച്ച് വായിച്ചാൽ തന്നെ മോട്ടിവേഷൻ തന്നെ മതി, അത്രമാത്രം വലിയ. ഞാൻ ആദ്യമായിട്ട് വായിക്കാണ് ഇങ്ങനെ ഒരാൾ. ഇപ്പോൾ നോക്കിയപ്പോൾ 91-ാമത്തെ നമ്പർ ഒരു വലിയ പണ്ഡിതൻ്റെ പേരാണ് തുറുഞ്ച. അദ്ദേഹത്തിൻ്റെ വിളിപ്പേരായിരിക്കാം
അദ്ദേഹം ഹാഫിൽ, ഇമാം ഹാഫിൽ അബു ഇസ്ഹാഖ് എന്ന് തുടങ്ങി അദ്ദേഹം ഒരുപാട് പ്രസിദ്ധരായ ആളുകളുടെ പിന്നെ അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം ബിൻ ഖുസൈമ, ഇമാം തഹാവി, അബ്ദുറഹ്മാൻ ബിൻ അബി ഹാത്തിം, ഇവരൊക്കെ അദ്ദേഹത്തിൽ നിന്ന് ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. നമ്മളാദ്യമായിട്ടാണ് കേൾക്കുന്നത് തുറുഞ്ച. അപ്പം ഇങ്ങനെ ഒരുപാട് നമ്മൾ അറിയുന്നതും അറിയാത്തതുമായ പണ്ഡിതന്മാരുടെയും പുരുഷന്മാരുടെ സ്ത്രീകളുടെ ഒക്കെ ചരിത്ര വ്യക്തിത്വങ്ങളുടെ ഒക്കെ ചരിത്രം നമുക്ക് അറിയണമെങ്കിൽ സീറു അലാമിൻ നുബല ആധികാരികമായൊരു റെഫറൻസാണ്. ഇതെന്താ സംഭവിച്ചാൽ നമ്മൾ ടാബിളിൽ കിതാബ് അവിടെ ഇട്ട് പോകണമെന്ന് പറഞ്ഞത് തർത്തീബ് അനുസരിച്ച് ഓരോ വെക്കുന്നു. അപ്പോൾ കിതാബ് കൊണ്ടുവന്നിട്ട് വെക്കാനുള്ള കൊണ്ടുപോകാനുള്ള സാധനം. ഇനി നമുക്ക് ഷിഅർ, അദബ് ഇതൊക്കെയുള്ള ഭാഗത്തേക്ക് പോകാം. ഇത് ഹുസ്നു സ്വഹാബ ഫി ഷറഹി അഷ്ആരി സ്വഹാബ എന്ന് പറയുന്നൊരു കിതാബാണ്. അതായത് സ്വഹാബിമാരുടെ കവിതകൾ. ഇപ്പോൾ കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, അതുപോലെ ഹസ്സാൻ ബിൻ സാബിത്ത്, ഖൻസ റളിയല്ലാഹു അൻഹു, ഇവരെപ്പോലുള്ള ഒരുപാട് സ്വഹാബിമാർ അവർക്ക് കവിതകൾ ഉണ്ടായിരുന്നു. അവരുടെ കവിതകൾ മാത്രം ക്രോഡീകരിച്ച് അതിൻ്റെ വിശദീകരണം ഇറക്കിയ പിന്നെ ഒരു ഗ്രന്ഥമാണിത്. ഇത് 2-3 വാള്യങ്ങളുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതൊരു പഠനം ആണ്. അതായത് മദീനയെക്കുറിച്ചുള്ള കവിതകൾ മാത്രം, മദീന മുനവ്വറ, ഷിഅറുൽ മദീനത്തിൽ മുനവ്വറ, മദീനയെക്കുറിച്ച് മദീനയിൽ പാടിയ കവിതകൾ. അപ്പോൾ അത് നമ്മളിപ്പോൾ കവിതകളുടെ മാത്രം ഒരു സെക്ഷനിലാണ്. ഇത് ദീവാനു ഹസ്സാൻ ബിൻ സാബിത്ത്, ഷായിറുൻ നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കവി എന്നറിയപ്പെട്ട ഹസ്സാൻ ബിൻ സാബിത്തിൻ്റെ കവിതകൾ ശേഖരിച്ചിട്ടുള്ള ദീവാനാണ്. അതിൽ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ദീവാനു ഹൈസ് ബൈസ് എന്ന് പറയുന്നൊരു ദീവാനുണ്ട്. ഹൈസ് ബൈസ് എന്ന് പറഞ്ഞാൽ രസകരമായ ചരിത്രമാണ്. അതായത് ഹൈസ് ബൈസ് എന്ന് പറഞ്ഞാൽ അറബിയിൽ സ്വാദം ഉണ്ടോ, ഈ പിന്നെ അടിപിടി അല്ലെങ്കിൽ ശബ്ദ കോലാഹലം എന്നുള്ളൊരു അർത്ഥമാണ് അതിനുള്ളത്. അപ്പോൾ ഒരിക്കൽ അമീർ ഷിഹാബുദ്ദീൻ എന്ന് പറയുന്നൊരു പണ്ഡിതൻ, അദ്ദേഹം വളരെ സാഹിത്യത്തിൽ അഗ്രഗണ്യനാണ്, കവിയാണ്, ഷാഫി മദ്ഹബിലൊരു പണ്ഡിതൻ, കർമ്മശാസ്ത്ര പണ്ഡിതനാണ്. പക്ഷേ അദ്ദേഹം സാഹിത്യത്തിലാണ് കൂടുതൽ അറിയപ്പെട്ടത്. അദ്ദേഹം ഒരിക്കലും ഇങ്ങനെ ജനങ്ങൾക്ക് എന്തൊരു പ്രശ്നം കണ്ടു, ആകെ അടിപിടി കോലാഹലം. അപ്പോൾ അവരുടെ അടുത്ത് വന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്തിവിടെ ഒരു കോലാഹലം? അത് അറബിയിൽ ഹൈസ് ബൈസ് എന്ന് ചോദിച്ചു. അന്നത്തെ ഒരു ഇത് അറബി ഖത്തുകൾ അഥവാ അറബി വ്യത്യസ്തങ്ങളായ എഴുത്തുകൾ, ലിപികൾ, അതിൻ്റെ ഒരു കിതാബാണ്. അതായത് അറബിയിൽ കാലിഗ്രാഫി പല രൂപത്തിൽ ഖത്തുകളുണ്ടല്ലോ. ഇപ്പോൾ വ്യത്യസ്തങ്ങളായ ഖത്തുകൾ, ഇപ്പോൾ ഖുർആൻ, അതുപോലെ പല കാര്യങ്ങളൊക്കെ മസ്ജിദുകളിലും പിന്നെ കെട്ടിടങ്ങളിലൊക്കെ അലങ്കരിക്കാനും അതുപോലെ അല്ലാതെ എഴുതാനൊക്കെ ഉള്ള വ്യത്യസ്തങ്ങളായ ഒരുപാട് സാധാരണ ഖത്ത് നസ്ഖ്, അതുപോലെ റുഖ, സുലുസ്, ദീവാനി, അങ്ങനെ പലതരത്തിലുള്ള പിന്നെ ഖത്തുകൾ, അതിനെപ്പറ്റി വിശദീകരിക്കുന്ന അതിൻ്റെ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. നാണയങ്ങളുടെ ഒരു മൗസൂഅയാണ്, ഒരു എൻസൈക്ലോപീഡിയ. ദീനാറുകൾ, ദിർഹമുകൾ, അതൊക്കെ എങ്ങനെയായിരുന്നു, അതിൻ്റെയൊക്കെ ഒരു പിന്നെ അതിലെ എഴുത്തുകൾ എന്തായിരുന്നു, അതെങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്, അതിൻ്റെയൊക്കെ പിന്നെ കറക്റ്റ് തൂക്കം, അതെങ്ങനെയായിരുന്നു വിനിമയം ചെയ്തിരുന്നത്. ഈ കിതാബിന് പേരില്ല, അതുകൊണ്ടാണ് ഇതിന് അൽ കിതാബ് എന്ന് പേരിട്ടത്. ഇത് ആരുടെ കിതാബാണെന്ന് അറിയോ? അറബി ഭാഷയിലെ നഹ്വിലെ വ്യാകരണത്തിലെ അഗ്രഗണ്യൻ സീബവൈഹി എന്ന് ചരിത്രത്തിൽ അറിയപ്പെട്ട അംർ ബിൻ ഉസ്മാൻ ബിൻ ഖംബുർ എന്നു പേരുള്ള അറബി ഭാഷയിലെ വലിയ പണ്ഡിതൻ. അദ്ദേഹം ആദ്യകാല അറബി വ്യാകരണത്തിൻ്റെ പണ്ഡിതനാണ്. അദ്ദേഹം ഒരുപാട് വാള്യങ്ങളുള്ള ഒരു കിതാബ് എഴുതി. പക്ഷെ അത് അദ്ദേഹം എഴുതി പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഒന്ന് റിവൈസ് ചെയ്ത് ഒന്നും കൂടി ചിട്ടപ്പെടുത്തി പുറത്തിറക്കാമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം അതിനുള്ളിൽ മരണപ്പെട്ടു പോയി. അതുകൊണ്ട് ആ കിതാബിന് പേരില്ലായിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ പിന്നെ അഖ്ഫഷ് എന്ന് പറയുന്ന ശിഷ്യനാണ് ഈ കിതാബ് പഠിപ്പിക്കുകയും ഒക്കെ ചെയ്ത് പ്രസിദ്ധി നേടിക്കൊടുത്തത്. അപ്പോൾ പിന്നെ ആളുകൾ എന്ത് ചെയ്തു, അതിന് പേരില്ലല്ലോ, അപ്പോൾ അൽ കിതാബ്. അപ്പോൾ നഹ്വിൽ അൽ കിതാബ്, സീബവഹിയുടെ അൽ കിതാബ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? സീബവഹിയുടെ ഈ കിതാബ്. ദുറൂസുൽ ലുഗത്തിൽ അറബിയ ലിഗൈരി നാതിഖീന ബിഹ, മദീന അറബിക് എന്നൊക്കെ ഉള്ള പേരിൽ കേട്ടിട്ടുണ്ടാവും. മദീന അറബിക് എന്നുള്ള ലുഗ പഠിക്കാനുള്ള, ലാംഗ്വേജ് പഠിക്കാനുള്ള കിതാബ് ദുറൂസുൽ ലുഗയാണ്. ദുറൂസുൽ ലുഗനെ കുറിച്ച് എന്തായാലും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഹമിദു സയഅതി ബഅദ ഖലീലിൻ ഇൻഷാ അല്ലാഹ് വഅൈന ഹംസതു, അങ്ങനെ ഓരോ ദർസുൽ. അതിൻ്റെ 3-ാം വാള്യമാണ്. ഇത് 4 വാള്യങ്ങളാണ് ഉള്ളത്.
ഇതിൻ്റെ പ്രത്യേകത പറയാം, ഇത് ദുറൂസുൽ ലുഗത്തിൽ അറബിയ നാത്തിഖീന ബിഹ, അഥവാ അനറബികൾക്ക്, അറബി മാതൃഭാഷയായ അറബി സംസാരിക്കാൻ അറിയാത്ത ആളുകൾക്ക് വേണ്ടി മാത്രം തയ്യാർ ചെയ്ത ഒരു സിലബസ് പാക്കാണ് ഈ ദുറൂസുൽ ലുഗ എന്ന് പറഞ്ഞതൊക്കെ. ഇതിൻ്റെ പ്രധാനപ്പെട്ട 4 കിതാബുകളുണ്ട്. അതോടൊപ്പം ഇതിനെ സപ്പോർട്ടീവായിട്ടുള്ള വായനയ്ക്കും അതുപോലെ എഴുത്തിനും അതുപോലെ പല സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള വേറെ ഒരു കൂട്ടം സെറ്റുകളുണ്ട്. അപ്പോൾ 4 സെമിസ്റ്റർ, ഒരു 2 വർഷം കൊണ്ട് പഠിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് ഈ ഒരു പാക്ക് രൂപകൽപ്പന. അറബി എന്നുള്ള കോഴ്സിൽ 4 സംസ്ഥാനങ്ങളിലായിട്ട് ഇവിടെ മദീന യൂണിവേഴ്സിറ്റിയിലാണ് ഇത് തുടങ്ങിയത്. അതിൻ്റെ ഒരു രസകരമായ ചരിത്രം പറയാം. അതായത് ഇപ്പോഴും മദീന യൂണിവേഴ്സിറ്റിയിൽ ഒരാൾ വരുമ്പോൾ അയാൾക്ക് അറബി അറിയില്ലെങ്കിൽ ആദ്യം ഇപ്പോൾ ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടിയാലും ആദ്യം അവർ അഡ്മിഷൻ കൊടുക്കുക മഅഹദുൽ ലുഗ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കാണ്. അവിടെ ഈ 4 ചില ആളുകളുടെ അറബി പ്രൊഫഷൻസി അനുസരിച്ച് എന്ത് ചെയ്യും, അവർ തീരുമാനിക്കും. ചില ആളുകൾക്ക് 2 സെം അറ്റൻഡ് ചെയ്താൽ മതിയാവും, ചില ആളുകൾക്ക് 4 സെം അറ്റൻഡ് ചെയ്യേണ്ടി വരും. എന്നിട്ടാണ് ഡിഗ്രിയിലേക്ക് പ്രവേശിപ്പിക്കുക. ഇതിൻ്റെ രസം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പാക്ക് തയ്യാറാക്കിയത് ഒരു ഇന്ത്യക്കാരനാണ്. ഇന്ത്യക്കാരൻ മാത്രമല്ല, ഒരു തമിഴ്നാട്ടുകാരനാണ്. അതാണ് ഇതിൻ്റെ വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് കാണാൻ പറ്റും, ദുക്തൂർ ഫ അബ്ദുറഹീം. ഡോക്ടർ ഫ എന്ന് പിന്നെ അറബിയിൽ എഴുതുമ്പോൾ ഇംഗ്ലീഷിൽ വി അബ്ദുറഹീം. വി എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലെ വാണിയമ്പാടി എന്ന് പറയുന്ന സ്ഥലമാണ്. അപ്പോൾ വാണിയമ്പാടിക്കാരനായ ഡോക്ടർ അബ്ദുറഹീമാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹം ഇവിടുത്തെ അധ്യാപകനായിരുന്നു. ഇവിടുത്തെ അധ്യാപനത്തിനിടയിൽ പല നാട്ടിൽ നിന്നുള്ള ആളുകൾ, അറബി അറിയാത്ത വിദ്യാർത്ഥികളെ അഭിമുഖീകരിക്കേണ്ടി വന്നപ്പോൾ അദ്ദേഹം ആദ്യമായി അവരെങ്ങനെ നല്ല രൂപത്തിൽ പഠിപ്പിക്കാം എന്നുള്ളതിന് വേണ്ടി നോട്ടുകൾ തയ്യാറാക്കി അങ്ങനെ വികസിച്ച് വന്നൊരു വലിയൊരു സിലബസാണ് ഇത്. ഇന്ന് എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ 10,000 ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്ത് നിന്ന് ഇത് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പല സിലബസും നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ഒരുപാട് ആളുകൾ ഇത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത കാലത്താണ് ശേഖർ മരണം. അതെ, ഒരു 2 വർഷം മുമ്പാണെന്ന് തോന്നുന്നു. അദ്ദേഹം മരണപ്പെട്ട സമയത്ത് കുറച്ച് മുമ്പ് അദ്ദേഹത്തിന് ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ആ ഇൻ്റർവ്യൂ ഞാൻ കണ്ട സമയത്ത് അതിലുള്ള കുറച്ച് ഭാഗങ്ങൾ എടുത്തിട്ട് ഞാനൊരു കുറിപ്പെഴുതി. ആ മരണ സമയത്തൊക്കെ ഞാൻ പല ആളുകളും അത് ഷെയർ ചെയ്തിരുന്നു. അഥവാ അദ്ദേഹത്തോട് അതിൽ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എത്ര ഭാഷകളറിയാം? വാസ്തവത്തിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹത്തിന് ആദ്യത്തെ ബാച്ചിലേഴ്സ് ഇംഗ്ലീഷിലായിരുന്നാണ് എൻ്റെ ഓർമ്മ, മദ്രാസ് യൂണിവേഴ്സിറ്റി. അത് കഴിഞ്ഞ് അദ്ദേഹം ഇംഗ്ലീഷ് ഭാഷ പഠിച്ചു. ഇങ്ങനെ വന്നപ്പോൾ അതിൻ്റെ ഒരു അസ്ത്രിയിലേക്ക് പോകാൻ വേണ്ടി ലാറ്റിൻ പഠിച്ചു, ഗ്രീക്ക് പഠിച്ചു, പിന്നെ അറബിയിലേക്ക് വന്ന ഹീബ്രു പഠിച്ചു, അതുപോലെ സുറിയാനി, അങ്ങനത്തെ കുറേ ഭാഷകൾ, സെമിറ്റിക് ഭാഷകളൊക്കെ ഒരുപാട് അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. അതിൽ ഇൻ്റർവ്യൂവർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എത്ര ഭാഷ അറിയാം? പക്ഷേ അദ്ദേഹം വിനയം കാരണം അത് പറയാൻ കൂട്ടാക്കുന്നില്ല. ഏകദേശം 12-ലധികം അല്ലെങ്കിൽ ഒരു 10-15 ഭാഷകൾ അദ്ദേഹത്തിന് അറിയാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ മദീന യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ ലോകമെമ്പാടും ഇപ്പോൾ ആളുകൾ അറബി പഠിക്കാൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ സ്വന്തം അയൽനാട്ടുകാരനായ വാണിയമ്പാടിക്കാരനായ ഡോക്ടർ വി അബ്ദുറഹീം, അള്ളാഹു മഗ്ഫിർ ലഹു വർഹം, അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളാണ്. അപ്പോൾ ലോകത്ത് സേവനങ്ങൾ ചെയ്യുന്ന ആളുകൾ എത്ര, ഒരുപാട് വലിയ സേവനങ്ങൾ ബാക്കി വെച്ച് മരിച്ചു പോകുന്ന ആളുകൾ എത്ര നമ്മൾ ചിന്തിക്കേണ്ടതാണ്. നമ്മൾ സ്കൂളിലും മദ്രസയിലൊക്കെ സർഫാക്കാൻ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇത് പൗരാണികനായ അറബി ഭാഷയിലെ വലിയ പണ്ഡിതനായ സജ്ജാജിൻ്റെ കിതാബാണ്. കിതാബിൻ്റെ പേര് കിതാബ് ഫഅൽതു വഅഫഅൽതു. എന്താ കാര്യം കുറൊക്കെ ഇത് ഞാനിങ്ങനെ ഈ സെക്ഷൻ ഫിസിയ, കീമിയ, അതുപോലെ അങ്ങനത്തെ കുറച്ച് സെക്ഷൻ ഉണ്ട് ഇവിടെ. അതായത് ഫിസിയ എന്ന് പറഞ്ഞാൽ അറബിയിൽ ഫിസിക്സ്, അതുപോലെ അൽക്കീമിയ എന്ന് പറഞ്ഞാൽ കെമിസ്ട്രി. അതേകാലത്ത് അൽക്കെമി എന്നായിരുന്നു അത് അറിയപ്പെട്ടിരുന്നത്, പിന്നെയാണ് കെമിസ്ട്രി എന്നുള്ള പേരൊക്കെ വന്നത്. ഞാനിതിലൂടെ ഇങ്ങനെ നടന്നപ്പോൾ 1-2 പുരാതന ഗ്രന്ഥങ്ങൾ, ഇബ്നു സീന, അതുപോലെ ഖ്വാറസ്മി, ഇങ്ങനെയുള്ള കുറേ ഇസ്ലാമിക ശാസ്ത്രകാരന്മാരുടെ ഗ്രന്ഥങ്ങൾ ഇങ്ങനെ കയ്യിൽ കിട്ടി. അപ്പോൾ ആ ഒരു ചരിത്രം വളരെ വിശാലമായൊരു ചരിത്രമാണ്. ഇസ്ലാമിക ലോകത്ത് പിന്നെ ശാസ്ത്ര കണ്ടുപിടുത്തങ്ങൾക്ക് കുറിച്ച് ഒരുപാട് ആളുകൾ പല രംഗത്ത്, ഇപ്പോൾ ആദ്യമായി ഗ്ലൈഡർ നിർമ്മിച്ച അന്തലൂസിൽ ജീവിച്ചിരുന്ന അബ്ബാസ് ഇബ്നു ഫിർനാസ്, അതുപോലെ ഓൾജിബ്രയുടെ ഉപജ്ഞാതാവ് മുഹമ്മദ് ബിൻ മൂസ അൽ ഖ്വാറസ്മി, അതുപോലെ ഇന്നും നമ്മൾ ഉപയോഗിക്കുന്ന 200-ലധികം വരുന്ന വൈദ്യശാസ്ത്ര ഉപകരണങ്ങൾ, സർജിക്കൽ എക്യുപ്മെൻറ്റ്സ്, അതിൻ്റെ കണ്ടുപിടുത്തം നടത്തി അതിൻ്റെ പിന്നെ രൂപങ്ങളൊക്കെ നേരത്തെ ഡിസൈൻ ചെയ്ത് വെച്ച അസ്സഹ്റാവി, ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഇസ്ലാമിക ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പൈതൃകം അത് നമ്മൾ ശരിക്കും പഠിക്കേണ്ടതും അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട ആവശ്യകത ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക.
الناس رحم من مسه الضر شكا من عضه الدهر സാധാരണ ألم لم പിന്നെ അക്കാഡമിക് ഇയറിൽ ഞായറാഴ്ച മുതൽ യൗമുൽ അഹദ് മുതൽ യൗമുൽ ഖമീസ് വ്യാഴാഴ്ച വരെ രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 8 മണി വരെയാണുള്ളത്. അതുപോലെ തന്നെ ഇജാസ സൈഫിയ സമ്മർ വെക്കേഷൻ ആണെങ്കിൽ രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ ആയിരിക്കും ലൈബ്രറി ഓപ്പൺ ആവുക. الضر شكا من عضه الدهر ألم لم يعد حيا رزقه رزق നമ്മളിപ്പോൾ ഉള്ളത് ഖറാഅത്തുൽ കുതുബിൽ അജ്നബിയ അഥവാ അറബി അല്ലാത്ത പ്രത്യേകിച്ചും കൂടുതൽ ഇംഗ്ലീഷിലുള്ള പുസ്തകങ്ങളുടെ സെക്ഷനിലാണ്. ഒരു പ്രത്യേക സെക്ഷൻ തന്നെ ഉണ്ട്. ഒരു 4-5ഓളം ഷെൽഫുകൾ നിറയെ എൻജിനീയറിങ്, ഡാറ്റാ സയൻസ്, പിന്നെ മെഡിക്കൽ റിലേറ്റഡ് പുസ്തകങ്ങൾ, പിന്നെ ടെക്നോളജി, അങ്ങനെ IT, അങ്ങനെ പല പിന്നെ വിഭാഗങ്ങളിലായിട്ട് ഒരുപാട് പുസ്തകങ്ങൾ. യൂണിവേഴ്സിറ്റിയിൽ തന്നെയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ടല്ലോ, കോളേജുകളുണ്ട്, കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ഉണ്ട്, സയൻസ് ഉണ്ട്. ഇവിടെയുള്ള കുട്ടികൾക്കൊക്കെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശേഖരമാണിത്. വെറുതെ ഒരു പുസ്തകം ഇങ്ങനെ എടുത്ത് മറിച്ച് നോക്കിയപ്പോൾ കണ്ടൊരു തത്വം, ഒരു ഹെഡിങ് ആണ്: Unexamined assumptions lead to missed opportunities. തത്വം. Water quality and treatment, a handbook on drinking water. تبع الغي ندم من سالم الناس سلم من شاتم ഇനി നമുക്ക് ഏറ്റവും ടോപ്പിലേക്ക് പോവാം. അവിടെയാണ് മഖ്തൂത്തകളും വഖഫുകളൊക്കെ ഉള്ളത്. الناس رحم من لزم الصمت نجا من قال بالخير غنم من عف واكتف زكى من جحد الحق آثم من നമ്മളിപ്പോൾ ഉള്ള ലൈബ്രറിയിലെ വഖഫുകളിൽ ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വഖഫിന് മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ക്ലോസ്ഡ് ആണ്, ഇപ്പോൾ ഓപ്പൺ അല്ല. ഇൻഷാ അല്ലാഹ് ഓപ്പൺ ആകുമ്പോൾ നമുക്കത് ഒന്നുകൂടി നമ്മുടെ ഈ ഒരു ചാനലിൽ കാണിക്കാൻ ശ്രമിക്കാം. അതുപോലെ തന്നെ ഷെയ്ഖ് ഒബൈദ് മദനി, അദ്ദേഹത്തിൻ്റെ വഖഫും ക്ലോസ്ഡ് ആണ്. ഷെയ്ഖ് സ്വാലിഹ് ബിൻ ഹുമൈദ് ഹഫിളഹുല്ലാ, അദ്ദേഹത്തിൻ്റെ വഖഫ് മാത്രമാണ് ഇപ്പോൾ ലൈബ്രറിയിൽ ഓപ്പൺ ആയിട്ടുള്ളത്. അത് നമുക്ക് കാണുകയും ചെയ്യാം. ഇത് ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ആ മക്തബയുടെ ഡോറും മറ്റു കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഷെയ്ഖ് നാസിറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തെക്കുറിച്ച് നമുക്കറിയാം, ആധുനിക ലോകം കണ്ട ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതന്മാരിൽ ഒരാളാണ് അദ്ദേഹം. അതുമാത്രമല്ല, അൽബേനിയയിൽ ജനിച്ച് ഒരു വാച്ച് മെക്കാനിക്, ഒരു വാച്ച് റിപ്പയറിങ് ജോലിയാണ് അദ്ദേഹം ചെയ്തിരുന്നത്. പിന്നെ അദ്ദേഹം ഡമസ്കസിലേക്ക് ഹിജറ ചെയ്തു. പിന്നെ അദ്ദേഹം സൗദി അറേബ്യ അടക്കമുള്ള പല നാടുകളിലും ലോകം മുഴുവൻ തന്നെ അറിയപ്പെട്ട വലിയ ഹദീസ് പണ്ഡിതനായി മാറി. അദ്ദേഹത്തിൻ്റെ സിൽസിലത്തുൽ അഹാദീസി സ്വഹീഹ, അതുപോലെ സിൽസിലത്തുൽ അഹാദീസി ലൈഫ, സ്വഹീഹായ ഹദീസുകൾ മാത്രം ക്രോഡീകരിച്ച, അതുപോലെ ലൈഫായ ഹദീസുകൾ മാത്രം ക്രോഡീകരിച്ച, അതിൻ്റെ കാരണങ്ങളൊക്കെ വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങൾ ഇന്നും ലോകമെമ്പാടുമുള്ള ആയിരങ്ങൾ പതിനായിരങ്ങൾ ഹദീസ് പഠനത്തിനായി ആശ്രയിക്കുന്ന ഗ്രന്ഥങ്ങളാണ്. അപ്പോൾ അദ്ദേഹം മദീന യൂണിവേഴ്സിറ്റിയിൽ കുറച്ചു കാലം അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മക്തബ മുഴുവൻ അദ്ദേഹം നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ലൈബ്രറിക്ക് ഒരു വഖഫായി കൊടുക്കുകയാണ് ഉണ്ടായത്. നമ്മുടെ ലൈബ്രറിയിലെ വഖഫുകളിൽ ഇപ്പോൾ നിലവിൽ ഓപ്പൺ ആയിട്ടുള്ളത് ഒരേ ഒരു വഖഫ് മാത്രമാണ്. അതായത് ആലി ഷെയ്ഖ് സാലിഹ് ബിൻ ഹുമൈദ് ഹഫിളഹുള്ളയുടെ വഖഫ് മാത്രം. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ അദ്ദേഹം ലൈബ്രറിക്ക് വഖഫായി കൊടുത്തത് മുഴുവൻ ഇവിടെ ഒരു പ്രത്യേക ഹാളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഷെയ്ഖ് സാലിഹ് ബിൻ ഹുമൈദ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഇന്ന് ജീവിച്ചിരിക്കുന്ന സൗദി അറേബ്യയിലെ വളരെ ഉന്നത പണ്ഡിതന്മാരിൽപ്പെട്ട ഒരാളാണ്. അത് ഇന്ന് പിന്നെ മസ്ജിദുൽ ഹറമിലെ ഖത്തീബാണ്, ഇമാമാണ്. ഇപ്പോൾ നിലവിൽ സൗദി റോയൽ കോർട്ടിലെ ഒരു അഡ്വൈസറാണ്, ഒരു മിനിസ്റ്റർ, ക്യാബിനറ്റ് മിനിസ്റ്റർ റാങ്കോട് കൂടിയുള്ള ഒരു മുസ്തഷാർ അഡ്വൈസർ കൂടിയാണ് അദ്ദേഹം. യൂണിവേഴ്സിറ്റി ലൈബ്രറിക്ക് വഖഫ് കൊടുത്തതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ഷെയ്ഖ് ഒബൈദ് മദനി. അദ്ദേഹം മദീനക്കാരനാണ്. അദ്ദേഹം മദീനയുടെ കവി, മദീനയുടെ ചരിത്രകാരൻ എന്നൊക്കെ, ഷായറുൽ മദീന, മുഅർരിഖുൽ മദീന എന്നൊക്കെ അറിയപ്പെട്ടൊരു വ്യക്തിത്വം കൂടിയാണ്. മദീനയിൽ ജനിച്ച് വളരെ ചെറുപ്പത്തിൽ തന്നെ പിന്നെ അദ്ദേഹത്തിൻ്റെ പിതാവ് മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പിതാവിന് തന്നെ വളരെ വലിയൊരു പുസ്തക ശേഖരം ഉണ്ടായിരുന്നു. മദീനയിൽ അദ്ദേഹം പഠിച്ചു. പിന്നെ മക്ക ഹറമിൽ, മസ്ജിദുൽ ഹറമിൽ ആണ് ചെറുപ്പത്തിൽ അദ്ദേഹം പഠനം നടത്തിയത്. അതുപോലെ അതിനുശേഷം മദീനയുടെ തന്നെ ആയിരുന്നാലും മൊത്തം സൗദി ഗവൺമെൻറ്റിൻ്റെ പല പ്രധാനപ്പെട്ട ചുമതലകൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. മദീനയുടെ ചരിത്രത്തിൽ മാത്രം 12ഓളം പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് മദീനയുടെ ചരിത്രം മാത്രം ഉൾക്കൊള്ളുന്ന 6 വാള്യങ്ങളുടെ പുസ്തകം. മറ്റൊന്ന് മദീനയിലെ മസ്ജിദുകൾ, പ്രധാനപ്പെട്ട പള്ളികളുടെ ചരിത്രം മാത്രം ഉൾക്കൊള്ളുന്ന
ഒരു പുസ്തകം ഉണ്ട് അതിൽ. അതുപോലെ തന്നെ മസ്ജിദ് നബിയെക്കുറിച്ച് മാത്രമുള്ള ഒരു പുസ്തകവും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഹിജറ 1396 കെയ്റോയിൽ വെച്ചാണ് അദ്ദേഹം മരണപ്പെടുന്നത്, ഈജിപ്തിലെ കെയ്റോയിൽ. അവിടെ നിന്ന് പിന്നെ അദ്ദേഹത്തിൻ്റെ മയ്യത്ത് മദീനയിലേക്ക് കൊണ്ടുവരും. മദീനയിലെ ബഖീയിൽ തന്നെ ഖബറടക്കപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് മഖ്തൂത്താത്തുകളുടെ സെക്ഷനാണ്. മഖ്തൂത്താത്ത് എന്ന് പറഞ്ഞാൽ മാനുസ്ക്രിപ്റ്റ്സ്, കൈയെഴുത്തു പ്രതികൾ. ഇപ്പോൾ എല്ലാ ലൈബ്രറികളിലും, പ്രധാനപ്പെട്ട ലൈബ്രറികളിലൊക്കെ മാനുസ്ക്രിപ്റ്റ്സിനൊരു സെക്ഷൻ ഉണ്ടാവും. കാരണം അത് പ്രിസർവ് ചെയ്യാനും, അതുപോലെ തന്നെ ഒരു പക്ഷേ ചില കൈയെഴുത്ത് പ്രതികളൊന്നും പിന്നീട് പിന്നെ ഒരു അച്ചടിച്ച് പ്രിൻ്റ് ചെയ്യപ്പെട്ടിട്ട് പോലും ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഇപ്പോൾ പിന്നെ ഡിജിറ്റൈസ് ചെയ്ത് നമുക്കിപ്പോൾ ഒരു ഡിജിറ്റൽ ഫോമിലൊക്കെ അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ആളുകൾക്ക് കാണാനും അത് സൂക്ഷിക്കാനും ഒക്കെയാണ് ഈ ഒരു സെക്ഷൻ സാധാരണ ഉണ്ടാകാറുള്ളത്. ഇപ്പോൾ മദീന യൂണിവേഴ്സിറ്റിയുടെ ഈ ലൈബ്രറിയിലാണെങ്കിൽ ഖുർആൻ്റെ കൈയെഴുത്ത് പ്രതികൾ പലതും ഒറിജിനൽ അല്ല, അതൊക്കെ റീപ്രിൻ്റ് ചെയ്ത് ഒരു റീക്രിയേറ്റ് ചെയ്ത് പിന്നെ കാര്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടിയുള്ളൊരു എക്സിബിറ്റ് ചെയ്തിരിക്കുന്ന സംഗതികളാണ്. ഒറിജിനൽ പ്രതികളുണ്ട്, ഒറിജിനൽ ഖുർആൻ്റെ പ്രതികൾ. അതുപോലെ തന്നെ പല അറബി ഗ്രന്ഥങ്ങൾ, പഴയകാല ഇസ്ലാമിക ഗ്രന്ഥങ്ങളുടെ കൈയെഴുത്ത് പ്രതികൾ അതുപോലെ തന്നെ ഉണ്ട്. ഇപ്പോൾ ഖുർആൻ്റെ തന്നെ 800 ഹിജറ 800 എഴുതപ്പെട്ട കൈയെഴുത്ത് പ്രതിയുണ്ട് ഇവിടെ. അതുപോലെ വ്യത്യസ്തങ്ങളായ കിതാബുകൾ, അറബി ഭാഷയിലെ അൽഫിയ, അതിൻ്റെ കൈയെഴുത്ത് പ്രതി, ഒരുപാട് കൈയെഴുത്ത് പ്രതികളുടെ ഒറിജിനൽ രൂപവും അതുപോലെ തന്നെ അതിൻ്റെ ഡിജിറ്റൈസ്ഡായ ഫോട്ടോഗ്രാഫുകളും ഒക്കെ ഇവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ റൂമിൽ മൊത്തത്തിൽ തന്നെ ഇങ്ങനെ ഒറിജിനൽ കൈയെഴുത്ത് പ്രതികളടക്കം സൂക്ഷിച്ച് ഇരിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ ടെമ്പറേച്ചറൊക്കെ കൺട്രോൾ ചെയ്ത് കറക്റ്റ് ഒരു കണ്ടീഷൻഡായ രൂപത്തിലാണ് ഈ ഒരു ഹാള് മൊത്തത്തിൽ തന്നെ ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഹിജറ 800 റിബ ബിൻ മുഹമ്മദ് എന്ന് പറയുന്ന എഴുത്തുകാരൻ, പിന്നെ കൈയെഴുത്ത് പ്രതി വിദഗ്ധൻ, അദ്ദേഹം എഴുതിയ ഒരു ഖുർആൻ്റെ കൈയെഴുത്ത് പ്രതിയാണ്. ഫന്നാഅതു താബിഉൻ മുതിമ്മുൻ മാ സബഖ ബിവസ്മിഹി ഔ വസ്മി മാ ബിഹി അതലഖ. ഇത് ഏതാണെന്നറിയോ? ഇതാണ് അൽഫിയ, അറബി വ്യാകരണം അഥവാ നഹ്വ്. അറബി ഗ്രാമർ പഠിക്കുന്നവരൊക്കെ ഒരു അഡ്വാൻസ്ഡ് ലെവലിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും കേരളത്തിലും ഒക്കെ ലോകവ്യാപകമായി പഠിപ്പിക്കപ്പെടുന്ന അൽഫിയത്ത് ഇബ്നു മാലിക്, മുസ്ലിം സ്പെയിനിൽ അഥവാ ആൻഡലൂസിയ എന്നറിയപ്പെട്ട, ഉന്ദുലുസ് എന്നറിയപ്പെട്ട അവിടെ ജനിച്ച് അറബി വ്യാകരണത്തിൽ പ്രസിദ്ധനായ ഇബ്നു മാലിക് എന്ന് പറയുന്ന അറബി പണ്ഡിതൻ. അദ്ദേഹത്തിൻ്റെ അൽഫിയ എന്ന് പറയുന്ന അറബി വ്യാകരണത്തിലെ 1000-ലധികം വരികൾ ഉൾക്കൊള്ളുന്ന പദ്യം, അതിൻ്റെ കൈയെഴുത്ത് പ്രതിയാണ്. ഈ കൈയെഴുത്ത് പ്രതി ഒറിജിനലാണ്. ഹിജറ 826 ഇവർ കൈയെഴുത്ത് പ്രതി എഴുതപ്പെട്ടത്. മൊത്തം 2,26,665 അറബി വോള്യങ്ങളാണ് ഈ ഒരു ലൈബ്രറിയിലുള്ളത്. അതുപോലെ തന്നെ 9,000-ലധികം മാസ്റ്റേഴ്സും ഡോക്ടറൽ തിസീസുകളും ഈ ലൈബ്രറിയിലുണ്ട്. അതുപോലെ 7,000-ഓളം മോഡേൺ എഡിഷൻസ് ഇറങ്ങിയിട്ടില്ലാത്ത പുസ്തകങ്ങൾ, പഴയ മാനുസ്ക്രിപ്റ്റ് ആയിട്ടും അല്ലാതെ തന്നെ പഴയ എഡിഷനിൽ തന്നെ നിലനിൽക്കുന്ന ഇതുവരെ മോഡേൺ എഡിഷൻസ് ഇല്ലാത്ത 7,000-ഓളം പുസ്തകങ്ങളുണ്ട്. 3,407 മാനുസ്ക്രിപ്റ്റുകൾ ആണ് നമ്മുടെ മഖ്തൂത്ത സെക്ഷനിൽ ഈ ഒരു ലൈബ്രറിയിലുള്ളത്. അത് പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് 30,205 മൈക്രോ ഫിലിം റീലുകളുണ്ട്, 5,500 ഫോട്ടോഗ്രാഫുകളുണ്ട്. ഇതിലാണ് മാനുസ്ക്രിപ്റ്റ്സുകൾ ഡിജിറ്റൈസ് ചെയ്ത് സൂക്ഷിച്ചിരിക്കുന്നത്. ഇതിനൊക്കെ പുറമെയാണ് വഖഫായി കിട്ടിയ, പിന്നെ ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി, ഷെയ്ഖ് സാലിഹ് ബിൻ ഹമീദ്, അതുപോലെ ഉബൈദ് മദനി, ഇങ്ങനെ പോലുള്ള മഹാന്മാർ, പണ്ഡിതന്മാർ വഖഫായി നൽകിയ 45,000-ലധികം വരുന്ന വോള്യങ്ങളുള്ള വഖഫുകളും. ഇങ്ങനെ പുസ്തകങ്ങളുടെ എണ്ണം കൊണ്ടും വൈവിധ്യങ്ങൾ കൊണ്ടും ഒരു വിജ്ഞാനത്തിൻ്റെ ഭണ്ഡാരം തന്നെയാണ് സത്യത്തിൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലെ ഈ ഒരു സെൻട്രൽ ലൈബ്രറി എന്ന് പറയുന്നത്. അൽഹംദുലില്ലാഹ്, നമ്മൾ ലൈബ്രറീൻ്റെ ഓരോ ഭാഗങ്ങൾ കണ്ടു. പിന്നെ ഏകദേശം ചില ഫന്നുകളിൽ വരുന്ന ചില കിതാബുകൾ മാത്രമാണ് നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളത്. പിന്നെ സുബ്ഹാനല്ലാഹ്, ഒരുപാട് കിതാബുകൾ, അഥവാ ഒരുപാട് നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ഒരു തിരിച്ചറിവാണ് പൊതുവെ നമുക്ക് ലൈബ്രറിയിൽ കയറുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാഴ്ചപ്പാട്. അതെ, പിന്നെ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ലൈബ്രറി, പിന്നെ അത്ര വിശാലമായ ലൈബ്രറി എങ്ങനെ നമ്മൾ ആളുകൾക്ക് അതിൻ്റെ ഒരു ചെറിയൊരു അംശങ്ങളും ആളുകൾക്ക് മനസ്സിലാവണമല്ലോ.
അത് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിയെന്നുള്ളത് ഒരു വാസ്തവമാണ്. കാരണം പിന്നെ എങ്ങനെ അതിൻ്റെ ഒരു പൾസിൽ ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കും. കാരണം ഇതൊരു ഇസ്ലാമിക ലൈബ്രറിയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ ഗുണങ്ങളും ഇത് വീഡിയോ കാണുന്ന ഒരു അറിവുള്ള ആളാണെങ്കിലും അല്ലെങ്കിൽ ഒന്നും അറിയാത്ത ഒരു സാധാരണ മുസ്ലിം ആണെങ്കിലും മനസ്സിലാവണം. അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ അതിൻ്റെ ഒരു ചെറിയ ഒരു എന്താണ് വിജ്ഞാന സമുദ്രത്തിൻ്റെ ഒരു തുള്ളി, 1-2 തുള്ളികൾ അതിൻ്റെ ഒരു പിന്നെ മധുരം എല്ലാവർക്കും എത്തിക്കാനാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യമല്ല, ഏത് ലൈബ്രറിയിൽ പോയാൽ നമുക്ക് നമ്മളിതിൽ ഒരുപാട് ഗ്രന്ഥശേഖരങ്ങൾ അല്ലെങ്കിൽ ഒരു ബുക്ക് ഷെൽഫ് ഇങ്ങനെ നിറനിരയായി ഇരിക്കുന്നതോ ഒന്നും കാണിക്കുക എന്നുള്ളതല്ല നമ്മുടെ ലക്ഷ്യം. നേരെ കുറിച്ച് അല്ലാഹുവിന്റെ ദീനിന്റെ അറിവുകൾ എത്ര വിശാലമാണ്. ഗ്രന്ഥങ്ങൾ ഒരുപാട് വലിയ മഹത്തുക്കൾ അവരുടെ ജീവിതം ത്യജിച്ച് ഇപ്പോൾ നവമി പോലുള്ള ആളുകൾ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് കാണാം. അദ്ദേഹം എഴുതിയ പേജുകളും അദ്ദേഹം ജീവിച്ച ദിവസങ്ങളും തമ്മിൽ താരതമ്യം നോക്കിക്കഴിഞ്ഞാൽ ഒരു ദിവസം 16 അല്ലെങ്കിൽ ചിലർ ഒരു ദിവസം അതിനേക്കാൾ കൂടുതലൊക്കെ പേജുകൾ എഴുതി തീർത്താൽ മാത്രമേ അദ്ദേഹം ജീവിച്ച ദിവസങ്ങളും എഴുതി തീർത്ത പേജുകളും തമ്മിൽ ടാലിയാവുള്ളൂ. അങ്ങനെയുള്ള പണ്ഡിതന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വിജ്ഞാന പിന്നെ ശേഖരം അതിന്റെ വലിപ്പം നമ്മൾ മനസ്സിലാക്കുക. അതിന് മുമ്പിൽ നമ്മളൊരു നിസ്സാരത അത് ബോധ്യപ്പെടും. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വഴിക്ക് നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം, ഏതെങ്കിലും ഒരു വഴിക്ക് അറിവുമായിട്ടും കണക്ഷൻ നമ്മൾ സൂക്ഷിക്കുക. പറഞ്ഞാണ് പിന്നെ ആലിമൻ മുതഅല്ലിമൻ, ഒന്നുകിൽ ഒരു അറിവുള്ളവരാകണം, ഒരു ആലിമാകണം, അല്ലെങ്കിൽ മുതഅല്ലിമൻ അറിവ് പഠിക്കുന്നവരാകണം, വളരെത്തക്കും സാധ്യതയുണ്ട്. ഇതല്ലാത്ത മൂന്നാമതൊരാളാണ്. അപ്പൊ അത് നമ്മൾക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ആണ് ഓരോ ഗ്രന്ഥങ്ങളും ഓരോ മഹാന്മാരുടെ സേവനങ്ങളും ഓരോ ലൈബ്രറികളും ഒക്കെ. അപ്പോൾ മനസ്സിലാക്കി. അപ്പോൾ നിർബന്ധമായി നമ്മൾ പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ടാവും. മുസ്ലിം പറഞ്ഞല്ലോ, ഇരുന്ന് പഠിക്കുക എന്നുള്ളത്, അത് നേടുക എന്നുള്ളത് ഓരോ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. അപ്പോൾ കുറെ പഠിക്കാൻ കഴിഞ്ഞില്ല നമ്മൾ വിഷമിച്ചിരിക്കുന്നതിന് പകരം ചെറിയ രൂപത്തിൽ നമ്മൾ വായിച്ചോട്ടും പഠിച്ചോട്ടും എന്ത് ചെയ്യുക, നമ്മൾ പഠനം ആരംഭിക്കുക. സുബ്ഹാനഹു വ തആല നമുക്ക് കൂടുതൽ പഠിക്കാനും പഠിച്ചത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും മറ്റുള്ളവർക്ക് അത് പകർന്നു നൽകുവാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.